ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശരദിന്ദുസുന്ദരരുചിശ്ചേതസി സാമേ ഗിരാം ദേവി അപഹൃത്യതമ സന്തതമർത്ഥാനഖിലാൻ പ്രകാശയതു. അഗോരുധായിക വിഷേദ്യുക്ഷായ തസ്മ്യം വച ഹൃദാൽ സ്വാദീയോ മധുനശ്ച വോചത. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വേദവ്യസിതനാഥായ പരാശരസുതായ ചാസുഖായ ആനന്ദബോധായ തസ്മൈ വ്യാസായ തേ നമഃ. വൃഷ്ണീനാം കൃഷ്ണദേവാനാമാചാര്യായ മഹാത്മനെ ശ്രീമൽഗർഗകവീശായ തസ്മൈ നിത്യം നമോ നമഃ. വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരൗ. ഭൂഭാരഹാരായ ഭുവംഗദാഭ്യാം മച്ഛാന്തയേ ചാത്ര സമാഗതാഭ്യാം പരസ്പരം സന്ധ്യതവിഗ്രഹാഭ്യാം നമോ യുവഭ്യാം ഹരിരാധികാഭ്യാം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യേ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. ജ്ഞാനപ്രദത്വേന ഗുരുത്വമേതി ജ്ഞാനാഗ്നിസഖ്യേന ചയന്മരുത്വം തൽപത്തനേശ സ്വപുരപ്രഭാവം മയ്യജ്ഞവര്യേ പ്രകടീകരോതു. ഭംഗമൊന്നുമണയാതെ കേവലം മംഗളങ്ങളരുളും മഹാജനം സംഗമായ വരിൽ വന്നു ചേരുവാൻ സംഗമേശ കനിയേണമെപ്പോഴും. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. എല്ലാവർക്കും വിനീത നമസ്കാരം. വനമാലയിൽ നടക്കുന്ന വനമാലീയത്തിലെ ആ വനമാലയിലെ പുഷ്പങ്ങളിലെ ഏതോ ഒരു പുഷ്പത്തിൻ്റെ ഏതോ ഒരു ദളമാവാൻ ഒരു മഹാഭാഗ്യം സിദ്ധിച്ചു. ശ്രീമദ് ഭാഗവത സത്രത്തിലെ ഭാഗവത കഥകളിലൂടെ നമുക്കും സഞ്ചരിക്കാം. രാധേശ്യാം. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. 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 വൃന്ദാവനത്തിലെ രാധികാ കൃഷ്ണൻ്റെ സുന്ദര നാമങ്ങൾ പാടിയാലും നാമയമൂനയിൽ മുങ്ങിക്കുളിച്ചിത ശ്യാമള ചന്ദ്രനുദിച്ചുയർന്നു. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. ഗോകുല ബാലൻ്റെ പാദം നുകരുവാൻ ഗോകുലം ചുറ്റും നിരന്നിടുന്നു. ലീലാവിലോലൻ കടാക്ഷം ചൊരിയുന്നു. പീലിത്തിരുമുടി ചാഞ്ചാടുന്നു. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. രാധികാ മാധവ രാധികാ മാധവ
രാധികാ മാധവ രാധാ കൃഷ്ണ. ആനന്ദരൂപൻ്റെ പൂമേനി തൻ ചുറ്റുമാം നായനാരിമാർ നൃത്തം ചെയ്യൂ. കാർമുകിൽ വർണ്ണൻ്റെ പാർശ്വത്തിൽ മിന്നുന്നു വാർമഴവില്ലുപോൽ രാധാദേവി. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. കോമള വേണുവിൽ നിന്നൊഴുകിയിടുന്നു പ്രേമസുരഭിലനാദ ബ്രഹ്മം. ആ മധു ഉണ്ണുവാൻ കാതോർത്തു നിൽക്കുന്നു കാമാരിദേവനും പത്മജനും. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. കണ്ണൻ്റെ നിർമ്മല പ്രേമപ്രവാഹത്തിൽ വിണ്ണും ധരയുമലിഞ്ഞിടുന്നു. രാധികാ പ്രേമത്തിൽ കണ്ണനലിയുന്നു മാധവ പ്രേമത്തിൽ രാധികയും. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. രാധികാ മാധവ രാധികാ മാധവ രാധികാ മാധവ രാധാ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭക്തയാ വിമുച്ചേന്നര. ഭാഗവതം കേൾക്കാനാണ് നമ്മളോട് മഹാത്മാക്കളൊക്കെ പറയണത്. ഈ ഭാഗവതം കേട്ടാൽ എന്താണ് അതിൻ്റെ ഗുണം എന്നാണെങ്കിൽ വിമോചനം, മുക്തി, കൈവല്യൈക പ്രയോജനം എന്നൊക്കെ പറയും. ഈ കൈവല്യം എന്നുള്ളത് ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റണം. എന്തിനാണ് എന്നാണെങ്കിൽ കൃഷ്ണനെ പ്രേമിക്കാനായിട്ട് നമുക്ക് ഓരോരുക്കും സാധിക്കണം. പക്ഷേ ജീവിതത്തിലെ പല പല പ്രാരബ്ധങ്ങൾ, കർമ്മഗ്രാഹങ്ങൾ നമ്മളെങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണനെ പ്രേമിക്കാനായിട്ട് നമുക്ക് സാധിക്കണില്ല. കൃഷ്ണനെ സമീപിക്കാനായി നമുക്ക് സാധിക്കുന്നുണ്ട്. കൃഷ്ണനെ കേവലം സമീപിച്ചാൽ പോരാ. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനെ സ്വന്തമാക്കാൻ വേണ്ടി കൃഷ്ണനെ സമീപിക്കലല്ല വേണ്ടത്, മറിച്ച് കൃഷ്ണനെ പ്രേമിക്കലാണ് വേണ്ടത്. പക്ഷേ ഇന്ന് നമുക്കത് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെ ആ കൃഷ്ണപ്രേമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സജ്ജനമാണ് ഭാഗവതം, ഒരു ഗുരുനാഥനാണ് ഭാഗവതം. തിരുനാമ ജപത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ ഈ പ്രേമഭാവത്തെ ഉറപ്പിച്ച് ഇനി മറ്റൊന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് ഭാഗവതം കൊണ്ടുപോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഓരോരോ കഥകൾ. ഈ കഥകളിലൊക്കെ പൊതുവായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹിമ തന്നെയാണ്. വേദവേദാന്ത ചിന്തകളിലുപരിയായിട്ട് ഭാഗവതത്തിലൂടെ സഞ്ചരിച്ചാൽ ഈ നാമജപത്തെയും ഈ ഭക്തിയെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ നാമജപം എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ പാകത്തിന് ചെറിയ ഒരു സ്നേഹവും പിന്നീട് നാമജപത്തിലൂടെ അത് ദൃഢമായിട്ടുള്ള ഭക്തിയായും തീരുന്നുവെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് സജ്ജന സംസർഗമാണ്. ഈ മൂന്ന് കാര്യങ്ങളെയാണ് ഭാഗവതം ഏത് കഥയിലും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അജാമിള ഉപാഖ്യാനം, നാമത്തിൻ്റെ മഹിമ എടുത്തു പറയുന്ന ഒരു രംഗം, അത് നമ്മൾ കേട്ടു. ഭാഗവതത്തിലെ ഏത് കഥയാണ് നാമത്തിന് പ്രാധാന്യം ഇല്ലാത്തത്? അതില്ല. എല്ലാ കഥയിലും നാമത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ ഈ പ്രഭാഷണ വിഷയത്തിൽ പറയാനുള്ള കഥകൾ മുഴുവൻ അത് നാമത്തിൻ്റെ മഹിമ തന്നെയാണെന്നർത്ഥം. അത് ഈ എല്ലാ കഥകളിലും പൊതുവായിട്ട് ഒരാളെയും കൂടി കാണാം. ഭാഗവതം മുഴുവൻ കാണാമെങ്കിലും ഈ കഥകളിൽ സാക്ഷാൽ ശ്രീനാരദൻ എന്ന ദേവഋഷി, ആ നാരദരുടെ
പിന്നാലെയാണ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത്. നാമ ഉപാസകനാണ്, നാമപ്രചാരകനാണ്. ആ നാരദൻ്റെ അടുത്തേക്കാണ്, നാരദൻ്റെ പിന്നാലെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പരീക്ഷിത രാജാവ് കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അങ്ങ് സ്വയംഭവ മന്വന്തരത്തിലെ സൃഷ്ടിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. സാമാസികസ്ത്വയാ പ്രോക്ത, അത് വളരെ ചുരുക്കിയാണ് അങ്ങ് പറഞ്ഞത്. അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്നാവശ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ മുൻപ് നിർത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. സ്വയംഭവ മനുവിൻ്റെ 2 ആൺകുട്ടികളിൽ ഒരാളായിട്ടുള്ള ഉത്താനപാദ രാജാവിൻ്റെ കഥ പറഞ്ഞു. അവിടെ നിന്ന് ധ്രുവനിലൂടെ പൃഥ്വിയിലൂടെ സഞ്ചരിച്ച പ്രജേതസ്സുക്കളുടെ കഥയും, അവർ വാർക്ഷി വിവാഹം കഴിച്ചു എന്നും അവർക്ക് ദക്ഷൻ എന്ന ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് 4-ാം സ്കന്ധം സമർപ്പിച്ചത്. ആ സൃഷ്ടി എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നാണ് ഇവിടെ പരീക്ഷിത രാജാവിൻ്റെ ആവശ്യം. നമ്മളും ഇത് നിശ്ചയമായും കേൾക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഈ നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചാൽ വന്ന വഴി എന്നുള്ളത് മറക്കുകയാണേ. ഈ വന്ന വഴി എന്നുള്ളത് മറന്നാൽ മുന്നോട്ടുള്ള വഴി അടയും. നമ്മളൊക്കെ പൊട്ടിയ മുളിച്ച ആൾക്കാരാണെന്നാണ് സാധാരണ പറയും. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാം. മക്കളോടൊക്കെ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉപദേശം എന്തെങ്കിലും കൊടുത്താൽ പറയും, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാം എന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എന്തേ കാരണം? നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പം അതിന് ശ്രമിക്കുകയല്ല വേണ്ടത്. അപ്പം നമ്മൾ വന്ന വഴി എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാനാണ് എന്ന് പറയാം. ഇവിടെ പ്രജേതസ്സുകൾ 10,000 കൊല്ലം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ഭഗവാനെ സേവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് പ്രാചീന ബർഹിസ് എന്നവരുടെ അച്ഛൻ നാരദൻ്റെ ശിഷ്യനായിട്ട് പോയില്ലോ. അപ്പോൾ രാജ്യം ഭരിക്കാൻ ആളില്ല എന്നൊക്കെ വന്നപ്പോൾ എന്താ വെച്ചാൽ ഈ 10,000 കൊല്ലം കഴിഞ്ഞ് ഇവർ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോഴേക്കും അവിടെ മുഴുവൻ മരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മരങ്ങൾ നിറഞ്ഞത് കണ്ടിട്ട് അവർക്ക് ദേഷ്യം വന്നു. അവർ നേത്രാഗ്നിയിലൂടെ മരങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്താണ് സാക്ഷാൽ ഔഷധികളുടെയൊക്കെ നാഥനായിട്ടുള്ള ചന്ദ്രൻ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, മാതൃമേഭ്യോ മഹാഭാഗ ദീനേഭ്യോ ദ്രോഗ്ധമരിഹത. നമ്മളെക്കാളും ശക്തി കുറഞ്ഞ ആൾക്കാരാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കൽ അത് വലിയ കേമത്തൊന്നുമല്ല കേട്ടോ. ഈ വൃക്ഷങ്ങളും ഈ പ്രപഞ്ചത്തിന് ആവശ്യമുണ്ട്. കാരണം പ്രജാനാം പതയ സ്മൃതാഹ. ഈ വൃക്ഷങ്ങളും ഭൂമിയുടെ അവകാശികളാണ് വൃക്ഷങ്ങളും. അപ്പോൾ ഭൂമിയെ ഭരിക്കാൻ പോകുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് ശരിയല്ല, അവരെയും രക്ഷിക്കേണ്ടവർ നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശം കൊടുത്തു. തോക്കാനാം പിതരവ് ബന്ധു. കുട്ടികൾക്ക് ആരാണ് ബന്ധുവായി നിൽക്കുന്നത്? അച്ഛനമ്മമാരാണ് കുട്ടികൾക്ക് ബന്ധുവായി നിൽക്കുന്നത്. ദൃശപക്ഷ്മ. കണ്ണിന് ബന്ധുവായിട്ട് ആരാളുള്ളത്? കൺപോളകളാണ് കണ്ണിന് ബന്ധുവായിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഭർത്താവാണുള്ളത്. സാധാരണക്കാർക്ക് രാജ്യാവാണ് ഉള്ളത്. ഗൃഹി ഭിക്ഷൂണാം. സന്യാസിമാരെ മുതലായിട്ടുള്ളവർക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്ന ആളുകളാണ്. അറിവില്ലാത്തവർക്ക് അറിവുള്ളവരാണ് ആരായിട്ട് നിൽക്കുന്നത്? സുഹൃത്തായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മളെക്കാളും ലേശം ശക്തി കുറഞ്ഞ ആളുകളുണ്ട് എങ്കിൽ അവരുടെ മുമ്പിൽ അഹങ്കാരം കാണിച്ച് നിൽക്കുകയല്ല വേണ്ടത്. അവരെ സഹായിക്കാനുള്ള മനോഭാവമാണ് കാണിക്കേണ്ടത്. നിങ്ങൾ ഇത്ര കാലം വെള്ളത്തിൽ കിടന്ന് ഭഗവാനെ സേവിച്ചില്ലേ, ഇനി പുറമേ വന്നിട്ട് ഈ മരങ്ങളെ നശിപ്പിക്കണു വയ്ക്കുക, എന്തുണ്ടാവും? കാബലത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞില്ലേ, എന്താണെന്ന് വെച്ചാൽ അസേവയായം പ്രകൃതേർ ഗുണാനാം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഈശ്വരനൊക്കെ സേവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. എത്ര അമ്പലത്തിൽ പോയിക്കണു, എത്ര നാമം ജപിക്കണു. ഈ നാമത്തിൻ്റെ മഹിമയും അമ്പലത്തിൽ തൊഴുതാനുള്ള കേമത്തൊക്കെ പറഞ്ഞു കേട്ടാൽ നമ്മളിങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? എവിടെ എത്തേണ്ട ആളുകളാണ് നമ്മളൊക്കെ. എന്തേ നമ്മൾ ഉയരാത്തത്? 4 നാമം ജപിച്ചാൽ 40 ആൾക്കാരെ കുറ്റം പറയും. ഇതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ സമ്പാദിക്കുന്നത് മുഴുവൻ വെറുതെ ഇങ്ങനെ കളയുകയാണ് നമ്മൾ. ഇവിടെ എത്ര ആളുകളോട് നമ്മൾ ദേഷ്യപ്പെടുന്നു, എത്ര ജീവജാലങ്ങൾ ദ്രോഹിക്കുന്നു. ഇതുകൊണ്ട് എന്തുണ്ടാവണു? അന്തർദേഹേഷു ഭൂതാനാം ആത്മാ ആസ്തേ ഹരിഹി. സാക്ഷാൽ ശ്രീഹരിയാണ് ഈ പ്രപഞ്ചത്തിൽ ഏത് ജീവജാലമുണ്ടോ ആ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ജീവഭാവേന നിൽക്കുന്ന ആളാരാ? ഭഗവാനാണ്. അപ്പം നമ്മൾ മറ്റൊരാളെ ദ്രോഹിച്ചാൽ
ആരെയാ ദ്രോഹിക്കണത്? ഭഗവാനെയാണ്. അപ്പം ഇങ്ങനെ എത്ര ജീവജാലങ്ങളെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കണു എന്നൊക്കെ ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് ഭഗവാന്റെ കാരുണ്യം അറിയാൻ പറ്റുക. എത്ര ജീവജാലങ്ങളെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചു, എന്നിട്ട് ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പുണ്യപ്രവൃത്തിയുടെ ഗുണമല്ല, ഭഗവാന്റെ കാരുണ്യമാണ്. ഇത്രയൊക്കെ അജാമിളിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അതൊന്ന് മാത്രമാണ് എന്താ? ഭഗവാന്റെ കാരുണ്യം. എന്തായാലും ഈ ഉപദേശമെല്ലാം കൊടുത്ത് പിന്നീട് വൃക്ഷങ്ങളുടെ വളർത്തുമകൾ ആയിട്ടുള്ള വാർക്ഷിയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ്. കഥയൊക്കെ ആദ്യം അനുസ്മരിച്ചു. എന്തായാലും അതിലവർക്ക് ദക്ഷൻ എന്ന ഒരു മകനുണ്ടായി. പ്രചേതസ്സുക്കളുടെ മകനായതുകൊണ്ട് പ്രാചേതസ ദക്ഷൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യമേ പോയി ഭഗവാനെ വേണ്ടതുപോലെ സേവിച്ചു. ഭഗവാൻ അഘമരിഷണം എന്നു പേരായിട്ടുള്ള ഒരു ജലാശയത്തിൽ കുളിച്ചിട്ടാണത്രേ ഭഗവാനെ സേവിച്ചത്. അഘെന്ന് വെച്ചാൽ പാപം. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ആറാട്ട്, അവഭൃത സ്നാനം എന്നൊക്കെ പറയും. ചില സപ്താഹങ്ങളിലുണ്ടാവും അല്ലേ? ഈ ആറാട്ടിന് പോയാൽ നമുക്കും ഈ അഘമരിഷണത്തിൽ കുളിക്കാനാണ് സാധിക്കുക. അഘമരിഷണ തീർത്ഥത്തിൽ കുളിച്ചു എന്നാണ്. അപ്പോൾ നമുക്കും ആറാട്ടുകൾക്ക് പോയാൽ നമുക്കും അഘമരിഷണത്തിൽ, കാരണം ക്ഷേത്രങ്ങളിൽ ആറാട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഋതഞ്ച സത്യഞ്ചാഭിധാ തപസോധ്യജായത എന്നൊരു മന്ത്രം പറയും. ഇത് അഘമരിഷണ സൂക്തം എന്നാണ് അറിയപ്പെടുക. ഈ അഘമരിഷണ സൂക്തം ആ ജലത്തിൽ ജപിച്ച് ഭഗവാന്റെ ബിംബം തടമ്പ് കയ്യിലെടുത്ത് ഈ അഘമരിഷണ മന്ത്രം ജപിച്ചിട്ടാണ് ജലത്തിൽ മുങ്ങുക. അതാണ് ഭഗവാന്റെ കൂടെ ആറാട്ട് മുങ്ങൂ, എല്ലാ പാപങ്ങളും തീരും എന്ന് പറയാൻ കാരണം ഇതാണ്. ഈ അഘമരിഷണ തീർത്ഥമാക്കി മാറ്റുകയാണ് ആ ജലാശയത്തെ. എന്തായാലും അഘമരിഷണം എന്ന പേരായിട്ടുള്ള തീർത്ഥത്തിൽ കുളിച്ചിട്ടാണ് അദ്ദേഹം ഭഗവാനെ സേവിച്ചത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ അദ്ദേഹത്തിനോട് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്തായാലും അങ്ങ് സൃഷ്ടി നടത്തിക്കോളൂ എന്നാണ് ഈ ദക്ഷനോട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പിന്നീട് പറയുക, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച്. അപ്പോൾ നോക്കൂ, അവർ ഈ ദക്ഷൻ അതിനെ പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യം എന്താ ചെയ്തത്? ഭഗവാനെ സേവിക്കുക. നമ്മൾ ഏതൊരു പ്രവൃത്തിയിലും ആദ്യം ചെയ്യേണ്ടത് എന്താ? ഭഗവാനെ സേവിക്കുക. ഭഗവാനോട് പറഞ്ഞിട്ട് കാര്യം തുടങ്ങുക. പലാഴമഥനത്തിലും തന്നെയല്ലേ കാണിച്ചു തരാം. ഭഗവാൻ നമുക്കത് പറ്റണില്ലേ? ആദ്യമൊന്നും ഭഗവാനോട് എൻ്റെ കേമത്തെ ഞാൻ കാണിച്ചു തരാമെന്ന്, അവസാനം അപകടമായാലോ എൻ്റെ ഭഗവാനേ എന്നൊരു വിളി അല്ല. ആദ്യം തന്നെ ഈശ്വര സേവയോട് കൂടിയിട്ട് വേണം ഏതൊരു പ്രവൃത്തിയും ആരംഭിക്കാനായിട്ട്. അതാണ് ഇദ്ദേഹം ചെയ്തത്. അങ്ങനെ ഈ ദക്ഷൻ അസഗ്നി വിവാഹം കഴിച്ചു, പാഞ്ചജന്യ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് അതിൽ ആദ്യം 10,000 ഉണ്ണികളുണ്ടായി എന്നാണ്. ഈ ദക്ഷനും ആദ്യം ഒരു ദക്ഷിണയെ പറഞ്ഞു. ആ ദക്ഷനും ഈ ദക്ഷനും ഒരേപോലെയാണ്. ദുഹിതൃ വത്സല, പെൺകുട്ടികളാണ് സ്നേഹം കൊടുത്തത്, ആൺകുട്ടികളോടല്ല. ഈ പെൺകുട്ടികളോട് സ്നേഹം കൂടാൻ കാരണം എന്നാണെങ്കിൽ ഈ പെൺകുട്ടികളിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ വംശവർദ്ധനവ് എന്നുള്ളതുണ്ടായത്, ആൺകുട്ടികളിലൂടെ അല്ല. അതെന്താ കാരണം വെച്ചാൽ മനസ്സുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിവുള്ള ഇദ്ദേഹം ആദ്യം ഒരു 10,000 കുട്ടികളെ സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഭഗവാനെ സേവിച്ചു വരൂ പറഞ്ഞു. അവർ ഭഗവാനെ സേവിക്കാൻ പോയി. പോണ വഴിക്കാണ് നാരദൻ എന്ന ദേവഋഷി അവരെ കണ്ടു. അപ്പോൾ നാരദർക്ക് തോന്നി, എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഈശ്വര ഭാവം ഉള്ള ആളുകളാണ്. കാരണം ഈ ദക്ഷൻ ഭഗവാനെ സേവിച്ചതിന് ശേഷം ഉണ്ടായ സന്താനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സന്ധ്യാസമുൽപാദന കഷ്ടചേഷ്ടവും സന്താന ഉൽപാദനം എന്നുള്ളത് ഈശ്വര സേവയ്ക്ക് ശേഷമാണ്. ഈശ്വരാനുഗ്രഹം നേടിയിട്ടാണ് ചെയ്യണേ വെച്ചാൽ ആ കുട്ടികൾ നേരെയാവും. കുട്ടികൾ നേരെയായില്ല വെച്ചാൽ അവരെ ചീത്ത പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മളുടെ ഈശ്വര സേവയുടെ കുറവ് തന്നെയാണ്, വേറൊന്നുമില്ല എന്നർത്ഥം. കുട്ടികൾ നേരെയായി വെച്ചാൽ അത് നമ്മുടെ കേമത്തല്ല, നമ്മൾ ചെയ്ത ഈശ്വര സേവയുടെ ഗുണം കൊണ്ടാണ് അതുണ്ടായത്. അല്ല, ഇനിയിപ്പോൾ അതൊന്നും ഇവിടുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അന്നത്തെ അതൊക്കെ പോയി, ഇനി ആലോചിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. എന്തായാലും ഇപ്പോഴും നമുക്ക് കുറേ കുട്ടികളുണ്ടല്ലോ, മോഹമാകുന്ന കുട്ടികൾ. ഈ പുരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞല്ലോ, അതെങ്കിലും നേരെയാവട്ടെ. പുറമേക്ക് പോയതോ പോട്ടെ, ഉള്ളിലുള്ളതെങ്കിലും നേരെയാവട്ടെ. ഇനിയിപ്പോൾ അതേ പറ്റുള്ളൂ. അതിനു വേണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഈ നാരദ മഹർഷി അവരെ കണ്ടു.
അവരുടെ ഉള്ളിൽ ഈശ്വരഭാവം കണ്ടു. അവരോട് പറഞ്ഞത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി വരം മേടിച്ച് തിരിച്ച് ഇവിടെ വന്നിട്ട് എന്ത് വേണം, വിവാഹം കഴിച്ച് ജീവിക്കണം എന്നാ. പക്ഷെ അങ്ങനെ കഴിച്ചാൽ എന്തുണ്ടാവും? ഇവരുടെ മുത്തശ്ശന്മാരല്ലേ പ്രജേതസ്സുക്കൾ, അവരെങ്ങനെയല്ലേ 10,000 കൊല്ലം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു, ഭഗവാനൊക്കെ നേടിയ ആൾക്കാരാ. തിരിച്ചിവിടെ വന്നപ്പോഴോ ഭഗവാനെ മറന്നു, എല്ലാം മറന്നു. 10 പേർക്കും കൂടി ഒരു ഭാര്യയും ഒരു ഉണ്ണിയുള്ളൂ. എന്നിട്ടും കൂടി ഭഗവാനെ മറന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ വീണ്ടും പ്രാപഞ്ചിക ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ ഈശ്വരനെ മറക്കുമല്ലോ. ഈശ്വരനെ മറന്നാൽ അവർ കഷ്ടപ്പാടിലേക്ക് പോകുമല്ലോ. അങ്ങനെ അവർ കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നാരദ മഹർഷി അവിടെ എത്തി അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പം നമ്മൾ ഇപ്പോൾ ടി വി കാണുന്ന ആൾക്കാരാണല്ലോ അല്ലേ, ഇടയ്ക്ക് കാണാറില്ലേ ടി വിയിലൊരു ചില പ്രോഗ്രാം, ഈ മൈക്കും കൊണ്ട് ഇറങ്ങും, റോഡിൽ കൂടെ പോണവരോടൊക്കെ ഒരു ചോദ്യം എന്ന് പറഞ്ഞ് ഇത് തുടങ്ങിയ ആൾ നാരദ മഹർഷിയാണ്. നാരദൻ അവിടെ നിന്നൊരു 10 ചോദ്യം ചോദിച്ചു. നിസ്സാര ചോദ്യമൊന്നുമല്ല. നമ്മളോട് അണ്ടിയാണോ മാവാണോ ആദ്യം ഉണ്ടായതെന്നാണ് ചോദിക്കണത്. അങ്ങനെയൊക്കെ ചോദിച്ച് ഉത്തരം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചോദ്യമൊന്നുമല്ല. അവരുടെ നാരദൻ്റെ ചോദ്യം കേട്ട സമയത്ത് ഇവർക്ക് അറിവുള്ളത് കൊണ്ട് അവർ മറുപടി പറഞ്ഞു. തഥൈകം പുരുഷം രാഷ്ട്രം, ഒരു പുരുഷൻ മാത്രമുള്ളൊരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം എന്നാ? നമ്മൾ തല പുകഞ്ഞിട്ട് കാര്യമില്ല, കിട്ടില്ല. അവർ പറഞ്ഞു പ്രപഞ്ചം പുരുഷനായിട്ട് ആരാ? ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ. അങ്ങടും ഇങ്ങടും ഒരേപോലെ ഒഴുകണ നദിയുണ്ട്. ഏതാണ് ആ നദി? സംസാരം എന്നുള്ള നദി. 25 വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടൊരു കൊട്ടാരം, അതേതാണ്? അത് ഈ മനുഷ്യൻ്റെ ശരീരം, അതാണ്. നാനാരൂപ ആത്മനോബുദ്ധി, ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാത്തിനും അങ്ങട് വിലം ചാദിഷ്ട നിർഗമം, അങ്ങട് കയറാൻ വഴിയുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങാൻ വഴിയില്ല. ഏതാണ് ആ ഗുഹ എന്നാണ്? മോക്ഷം എന്നുള്ളതാണ്. നോക്കൂ, അവർക്ക് വളരെ കൃത്യമായി ബുദ്ധി കൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റി. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇനി സൃഷ്ടി നടത്തുന്നല്ല വേണ്ടത്, നിങ്ങൾക്ക് ഇത്രയൊക്കെ ഭഗവാനെക്കുറിച്ച് അറിയാമല്ലോ, ഇനി ഭഗവാനെ സേവിക്കുകയല്ലേ വേണ്ടത്. അല്ല, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കൂട്ടോ. നോക്കൂ, ഇവിടെ ഭഗവാനെ സേവിക്കാൻ നിർബന്ധിക്കില്ല, കാര്യം പറഞ്ഞു തരും. നല്ല ബുദ്ധിയുള്ളവർക്കത് സ്വീകരിക്കാം. അവർക്ക് തോന്നിയ ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്. അവർ ഭഗവാനെ സേവിച്ചു, ഭഗവാനിലേക്ക് എത്തി. ഇത് കേട്ടപ്പോൾ ദക്ഷന് വലിയ സങ്കടം വന്നു. കാരണം മക്കളൊക്കെ വഴിതെറ്റിപ്പോയി എന്നാണ്. ഭഗവാനിലേക്ക് എത്തിയല്ലോ, വഴിതെറ്റിപ്പോയി എന്നാണ്. എന്ത് ചെയ്തു? ബ്രഹ്മാവിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, അത് സാരില്ല, തനിക്ക് എങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്കാനുള്ള കഴിവില്ലേ, അത് സൃഷ്ടിച്ചോളൂ. എങ്കിലും ഒരു 1000 ഉണ്ണികളെ വീണ്ടും സൃഷ്ടിച്ചു. വെറുതെ സങ്കല്പിക്കേ വേണ്ടു കേട്ടോ. 1000 ഉണ്ണികൾ, ശബളാശ്വന്മാർ എന്നാണ് അവർക്ക് പേരിട്ടത്. അവരും ഏട്ടന്മാരെ പോലെ അച്ഛൻ്റെ വാക്കനുസരിച്ച് ഭഗവാനെ സേവിക്കാൻ പോയി. നാരദ മഹർഷി അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഏട്ടന്മാർക്ക് ഇങ്ങനെ സൽഗതിയെ കിട്ടിയേക്കണേ, ഇനി നിങ്ങൾ ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം എന്നൊക്കെ പറയും. ഇനി ഈ പൊട്ടക്കിണറ്റിലേക്ക് വീണ്ടും പോകണോ? ഭഗവാന്റെ അടുത്തേക്ക് പോവല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അവർക്കും തോന്നി അതാണ് വേണ്ടത്. അവരും ഭഗവാനെ സേവിച്ചു, അവർക്കും മോക്ഷം തന്നെയാണ്. അവരും തിരിച്ചു വന്നില്ല എന്നർത്ഥം. ഇത്രയൊക്കെ ആയപ്പോഴാണ് ദക്ഷന് ദേഷ്യം വന്നു. ദക്ഷൻ നാരദനെ ശപിച്ചു അത്രേ. എന്താ ശപിക്കാൻ കാരണം വെച്ചാൽ, ഞാൻ ഗതിയില്ലാണ്ട് അങ്ങനെ കിടന്നോട്ടെ എന്നല്ലേ. അതെന്താ അത്? അല്ല, എൻ്റെ മക്കൾ എനിക്ക് ചാത്ത കൂട്ടിയാലല്ലേ എനിക്ക് മോക്ഷം കിട്ടുള്ളൂ. ജീവിക്കുമ്പോൾ സമ്പ്രദായം പോലെ ജീവിച്ചാൽ മതി, എന്നാൽ പിന്നെ ചാത്ത കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലേ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്പ്രദായം പോലെ ജീവിച്ചില്ല വെച്ചാൽ ബാക്കിയുള്ളവർ കൂട്ടി, അത് അവരുടെ കടമയാണ്. അവരുടെ കടമ വീട്ടാനാണ് ശ്രാദ്ധ കൂട്ടലേ. അല്ലാണ്ട് മരിച്ചു പോയാളുടെ ബന്ധം തീരാനല്ല ശ്രാദ്ധ കൂട്ടല്. നമ്മൾ ശ്രാദ്ധ കൂട്ടിയോണ്ട് അവർക്ക് അവിടെ എത്താൻ പറ്റുമൊന്നുമില്ല. നമ്മളും അവരുമായിട്ടൊരു കടമയുണ്ട്. ആ കടമ തീർത്താൽ നമുക്ക് ഈ ഒരു ഗതി വരാതിരിക്കും. അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ എൻ്റെ തന്തു ക്രന്ദന, കുലം മുടിക്കാനായി പിറന്നവനെ കുറിച്ച് നാരദരെ കുറേ അങ്ങോട്ട് ചീത്ത പറഞ്ഞു. നാരദർക്ക് എന്തായി? ശപിക്കുകയും ചെയ്തു. ഇനി നിനക്ക് തനിക്ക് ഒരിടത്ത് സ്ഥിരമായി നിൽക്കാൻ സാധിക്കാതെ പോട്ടെ, ശാപം കൊടുത്തു. പക്ഷെ നാരദനെ സംബന്ധിച്ച് അതൊരു ദുഃഖമായില്ല. അതെന്തിനാ അപ്പോൾ ആ കഥ അങ്ങനെ പറഞ്ഞത്? അതോ ഭാഗവതം ഇടയ്ക്ക് കഥകൾ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചെറിയ ഗ്യാപ്പ് തരും. എന്തിനാണെന്നറിയോ? സ്വയം വിമർശുർ, സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എങ്ങനെയാണ്. നമുക്കൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റുന്നുണ്ട്, ഭാഗവതം കേൾക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരെക്കാൾ ലേശം ഭക്തി എനിക്കുണ്ട് എന്നല്ലേ തോന്നണേ. ഇങ്ങനെ ഓരോരോ അനുഭവം വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്ന ആലോചിച്ച് നോക്കുക. ഒരു തെറ്റും ചെയ്യാത്ത ഇത് അവരെ മോക്ഷത്തിലേക്ക് എത്തിച്ചു. ജീവൻ്റെ ആ പരമപദത്തിലേക്കാണ് നാരദ മഹർഷി അവരെ കൊണ്ടെത്തിച്ചതേ. അങ്ങനെ ഇയാൾ വിചാരിച്ചാലൊന്നും ഇവരെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല.
അപ്പോൾ മക്കൾക്ക് വേണ്ടതിനെ കൊടുക്കുക, അതാണ് ഉണ്ടായതേ. അതിനെ തെറ്റിദ്ധരിച്ച ആണ് നാരദനെ ശപിച്ചത്. എന്നിട്ടും നാരദന് ഈ ദക്ഷനോട് യാതൊരു ദേഷ്യവുമില്ല. നമുക്കോ നമ്മൾ പറഞ്ഞത് അപ്പുറത്തുള്ള ആൾ കേട്ടില്ലെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഭക്തിയുടെ കുറവാണ്, വേറൊന്നുമില്ല കേട്ടോ. നമ്മളിൽ ഭക്തി ഉദിച്ചു പക്ഷെ ഉറച്ചിട്ടില്ല. നമ്മളിൽ ഭക്തി ഉറച്ചു എന്ന് വയ്ക്കുക. തൃണാലപി സുനീചയന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനയ്യ സദാഹരി എന്ന് ചൈതന്യ മഹാപ്രഭു പറയും. ഈ നാമജപം എല്ലാവർക്കും സാധിക്കുമെങ്കിലും നാമം ജപിക്കേണ്ടവൻ എങ്ങനെയാണ് ആയി തീരേണ്ടത് എന്ന് ചൈതന്യ മഹാപ്രഭു അവിടെ പറഞ്ഞു തരികയാണ്. നാരദനെ സംബന്ധിച്ച് യാതൊരു ദേഷ്യവും ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും ഉള്ളിൽ വയ്ക്കുക. ഇനി എങ്ങനെ ദേഷ്യം വന്ന അവിടെ അങ്ങനെ പറഞ്ഞോലൂ അല്ലേ. നമുക്ക് നമ്മളിൽ ഉയരുന്ന ദേഷ്യം അടക്കാൻ വേറൊരാളെ കൊണ്ട് പറ്റില്ല. പറഞ്ഞില്ലേ, ഭാഗവതം നല്ല നല്ല കുറേ ചിന്തകൾ നമുക്ക് തരികയാണ്. അപ്പോൾ ഈ ഭാഗവതം കേവലം കേൾക്കാനുള്ളതല്ല, വാച്യാർത്ഥ ശ്രവണമല്ല, ലക്ഷ്യാർത്ഥ ശ്രവണമാണ്. കഥ പറയണു, ഞാൻ കേൾക്കണു, അതല്ല വേണ്ടത്, ഞാനതായിത്തീരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം. അതാണ് രണ്ട് ചെവിയിലൂടെയും ഒരുപോലെ കേൾക്കൂ. ഒരു ചെവി ഭാഗവതം കേൾക്കാം, ഒരു ചെവി അപ്പുറത്തെന്താ പപ്പടം കാച്ചി തുടങ്ങിയോ, വെളിച്ചെണ്ണയിൽ പപ്പടം വീണ ശബ്ദം, അതല്ല എന്നർത്ഥം. രണ്ട് ചെവിയിലൂടെയും ശ്രോത്രാഞ്ജലി, അങ്ങനെയാണ് ഭാഗവതം കേൾക്കേണ്ടത്. അപ്പോൾ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ നമുക്ക് വരുത്താനായി സാധിക്കും. എന്തായാലും പിന്നീട് 60 പെൺകുട്ടികളെ ആണ് ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് സൃഷ്ടിച്ചു. അവരെ പലർക്കായിക്കൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തു. നോക്കിയാൽ അത് എത്രയോ സംഖ്യയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ കുട്ടികളിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ മറ്റ് ഓരോരോ ജീവജാലങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അതിഥി, ദിതി, ധനു, കാഷ്ഠ, അരിഷ്ട, സുരസ മുതലായിട്ടുള്ള 13 പേരെ കശ്യപനാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞ് ആ വംശത്തെയാണ് പറഞ്ഞു വരിക. ആ അതിഥിയിൽ അദ്ദേഹത്തിന് 12 ആദിത്യന്മാർ ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ അതിഥിയുടെ പുത്രന്മാരാണ് ദേവന്മാരായിട്ട് അറിയപ്പെടുന്നത്. അതിഥി പുത്രന്മാരായതുകൊണ്ട് ഒരു ആദിത്യന്മാർ എന്നും കൂടി അറിയപ്പെടും. അതിൽ ശനിയുടെ കഥയൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഇത് ഒന്നും കൂടി വിസ്തരിച്ച് പറയാനൊരവസരം കിട്ടിയതുകൊണ്ട് എന്തായാലും ഇപ്പോൾ കഥയിലേക്ക് പോകണില്ല. സൂര്യപുരാണം എന്നൊരു പുരാണമുണ്ട്. അതേപോലെ ആദിത്യപുരാണം. ആ ആദിത്യപുരാണത്തിൽ ഈ ആദിത്യൻ്റെ കഥ വളരെ വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആ ദേവന്മാരുടെ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ആ ദേവന്മാരിൽ ഒരാളാണ് ആര്, ത്വഷ്ടാവ്. ഈ ത്വഷ്ടാവ് രചന എന്നു പേരായിട്ടുള്ള അസുര സ്ത്രീ വിവാഹം കഴിച്ചു. അതിൽ വിശ്വരൂപൻ എന്നൊരു മകൻ, 2 മക്കളാണ് ഉണ്ടായത്. അതിലൊരാളാണ് വിശ്വരൂപൻ. ഈ വിശ്വരൂപനെ ദേവന്മാർക്ക് ഗുരുനാഥനായി സ്വീകരിക്കേണ്ടി വന്നു എന്ന് ഈ വംശത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇതിൽ ഈ ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന ജീവജാലങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു കേട്ടോ. ഈ പുത്രിമാരുടെ വംശത്തിൽ പെട്ടു ഇതൊക്കെ, ഈ ജീവജാലങ്ങൾ മുഴുവൻ. ഇതിപ്പോൾ എന്തിനാ പറഞ്ഞേ ചോദിച്ചാൽ, മനുഷ്യന്മാർ മാത്രമല്ല, മറ്റ് ഓരോ ജീവജാലങ്ങളും ചേച്ചി അനിയത്തിമാരുടെ മക്കളാണെന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തിൽ നമുക്ക് ബന്ധമില്ലാത്ത ഒരു ജീവിയില്ല. ഓരോരുത്തരും ഉപദ്രവിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക. ആ ഉപദ്രവിക്കൽ നിർത്തുക, അതില്ലാതെ ആവാൻ കൂടിയാണ് നമ്മളോട് ഇങ്ങനെ പറയണത്. നമ്മളൊക്കെ വന്ന വഴി ഒന്ന് തന്നെയാണ്, എല്ലാവരും ഒരേപോലെ കാണുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാനാണ്. അപ്പോൾ ഇവിടെ ദേവന്മാർക്ക് ഈ വിശ്വരൂപനെ ഗുരുനാഥനായി സ്വീകരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ, ബൃഹസ്പതിയാണല്ലോ സാധാരണ ദേവന്മാരുടെ ഗുരുനാഥൻ. ആ ബൃഹസ്പതിക്ക് എന്ത് സംഭവിച്ചു? ബൃഹസ്പതിക്ക് എന്ത് പറ്റി? ബൃഹസ്പതിക്ക് ഒന്നും പറ്റിയില്ല. പറ്റിയതൊക്കെ ഇന്ദ്രനാ. ഇന്ദ്രൻ എന്താ പറ്റിയേ? ഇനി എന്താ പറ്റാറുള്ളേ? മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ല വെച്ചാൽ, ഇന്ദ്രഹ ത്രിഭുവന ഈശ്വര്യമതോ അലംഘിത സൽപഥ. ഇന്ദ്രന് ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാർക്കൊക്കെ എല്ലാത്തിൻ്റെയും ഉപരി എത്താൻ സാധിച്ചു. സൗന്ദര്യമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, എല്ലാം കിട്ടി. ഇതിനൊക്കെ കാരണം ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ ഒരിക്കൽ ഗുരുനാഥൻ വരണ കണ്ട സമയത്ത് ഇന്ദ്രൻ കണ്ടു എന്നടിച്ചില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടു എന്നടിച്ചില്ല. ഒരു സിനിമയിൽ പറയില്ലേ, എന്ത് പറ്റി? അതോ താനാ നിൽക്കണ മരം കണ്ടു, ഞാൻ കണ്ടില്ല എന്നൊരു സീൻ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ നോക്കൂ, ഗുരുനാഥൻ വരണ കണ്ടാൽ
ശരീരം സ്വരൂപം സദാ രോഗമുക്തി എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, മനസ്സ് ഗുരുനാഥൻ്റെ പാദാരവിന്ദങ്ങളിൽ ഇല്ല എങ്കിൽ തതക്കിം 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 ഒരു കാര്യമില്ല. ഗുരോരനുഗ്രഹേണേവ എന്ന് ഭഗവാൻ തന്നെ നേരിട്ട് പറയും. ഇപ്പോൾ ബൃഹസ്പതി അദ്ദേഹം ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല. ബൃഹസ്പതി വരണ കണ്ടപ്പോൾ കിഴക്ക് ഭാഗത്തുനിന്ന് കയറി വരണുണ്ടപ്പോൾ ഇയാൾ പടിഞ്ഞാട്ട് നോക്കിയിരുന്നു, വേറെ അബദ്ധമൊന്നുമില്ല. അപ്പോൾ വന്ദിക്കേണ്ടവരെ വന്ദിച്ചില്ലെങ്കിൽ അതെന്താണ്? നിന്ദിക്കലാണ്. കാരണം ഗുരുനാഥൻ വരണ കണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് വന്ദിച്ച ഇപ്പോഴുള്ള കേമത്തൊക്കെ കുറയുന്ന വിനാശകാലേ വിപരീത ബുദ്ധി എന്നുവെച്ചാൽ ഇന്നിപ്പോൾ എല്ലാവരും എന്നെക്കുറിച്ചിട്ടാണ് പുകഴ്ത്തി സംസാരിക്കണത്, എന്നെ സന്തോഷിപ്പിക്കാനാണ് ഇവർ നൃത്തം ചെയ്യണത്. ഗുരുനാഥൻ വരണ കണ്ട് ഞാൻ അദ്ദേഹത്തിനെ നമസ്കരിച്ചാൽ ഇതൊക്കെ അങ്ങോട്ട് പോവില്ലേ, പിന്നെ ഞാൻ ആരാവും എന്ന ഒരു ഭാവമാണ് കാരണം. അപ്പോൾ എന്ത് ചെയ്തു? ബൃഹസ്പതി എന്ത് വിചാരിച്ചു? ശരി, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ബൃഹസ്പതി അവിടുന്ന് മടങ്ങിപ്പോയി. ഈ വാർത്ത അസുരന്മാർ കേട്ടു. അസുരന്മാരെ ആക്രമിക്കാൻ വന്നു. അസുരന്മാരുടെ ആക്രമണത്തിൽ ആ ദേവന്മാർക്ക് നിൽക്കക്കളി ഇല്ലാണ്ടായി, ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു? ഇനിയിപ്പോൾ ഗുരുനാഥൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ, അങ്ങോരെ പിണക്കി വിട്ടുമല്ലോ. ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണം. നമ്മൾ പലരും അങ്ങനെയല്ലേ, നല്ല ശരീര സൗന്ദര്യമുണ്ട്, ശക്തിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, സൗന്ദര്യം, ഇങ്ങനെ ഓരോന്ന് വച്ചിട്ടല്ലേ മറ്റുള്ള ഓരോരുത്തരെ നാം നിന്ദിക്കണത്. എല്ലാവരിലും ഈശ്വരഭാവം കാണാൻ സാധിക്കണം. ഇനി ഏകാദശൊക്കെ പറഞ്ഞാൽ ഇവരിലൊക്കെ ഗുരുനാഥൻ്റെ സ്ഥാനവും മറ്റ് ജീവജാലങ്ങളിൽ കാണാൻ സാധിക്കണം എന്നാണ്. അതില്ലാണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം. എന്തായാലും ബസ്സിൽ ഇപ്പൊക്കെ കുറവാണ്. ആദ്യകാലത്തൊക്കെ ബസ്സിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ പൊതുവ. വയസ്സായ ആരെങ്കിലും വരണ കണ്ട ബസ്സിലിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? നാല് പാടും നോക്കിയിരിക്കുന്ന ആൾക്കാരാണല്ലോ. വയസ്സായ ആൾ വരണ കണ്ടു, അയാളെ കണ്ടാൽ ഞാൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, അയാൾ എന്നോട് എനിക്കാൻ പറഞ്ഞാലോ, അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ഉറങ്ങുകയാണല്ലോ, കണ്ണടയ്ക്കും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും അയാൾക്ക് വേറെ സീറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ ഉണർന്നു. ഇല്ലേ, നമ്മൾ ഉറക്കാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, കണ്ടാലല്ലേ എഴുന്നേറ്റ് സീറ്റ് കൊടുക്കണ്ടുള്ളൂ. ഇങ്ങനെ ജീവിതത്തിൽ എത്ര കാര്യങ്ങളിൽ നാം ചെയ്യേണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോന്നും രക്ഷപ്പെട്ടു, അയാൾക്ക് വേറെ സീറ്റ് കിട്ടി, എനിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അതല്ല നമ്മുടെ രക്ഷ. ഇങ്ങനെ ജീവിതത്തിൽ എത്ര സന്ദർഭങ്ങൾ എന്ന് ആലോചിച്ച് നോക്കൂ. കാണേണ്ടത് കാണാൻ ശ്രമിക്കാത്ത നാം, അതാണ് അനുഭവിക്കരുത് എന്നുള്ളത് അനുഭവിക്കേണ്ടി വരാൻ കാരണം ഇതാണ്. എന്തായാലും ഈ ദേവന്മാർക്ക് പരാജയം വന്ന സമയത്ത് അവർ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ത്വഷ്ടാവിൻ്റെയും രചനയുടെയും മകനുണ്ടല്ലോ വിശ്വരൂപൻ, അദ്ദേഹത്തിനെ ഗുരുനാഥനായി സ്വീകരിച്ചോളൂ. ആ വിശ്വരൂപൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഭൂമിയിലാണുള്ളത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയിലേക്ക് വന്നു, ദേവന്മാരെല്ലാവരും കൂടി ഭൂമിയിലേക്ക് വന്നു, ത്വഷ്ടാവിൻ്റെ കാല് പിടിച്ചു. നമ്മളും നേരത്തെ പറഞ്ഞ പോലെ ചില ഉയർന്ന അവസ്ഥ വെച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോഴേ ഒരു ശക്തിയും ഒരു കഴിവില്ലാത്ത ആൾക്കാരെന്താ പറയുക? ഭൂമി ഉരുണ്ടതാട്ടോ മറക്കണ്ട, വേറെ ഒന്നും പറയില്ല അവർ. നമ്മളെ ചീത്ത പറയില്ല, ഒന്നുമില്ല, ഭൂമി ഉരുണ്ടതാട്ടോ മറക്കണ്ടെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നിപ്പോൾ താൻ മുകളിലും ഞാൻ താഴെയല്ലേ, ഭൂമി ഉരുണ്ട എന്താവും? ഞാൻ മുകളിലും അപ്പം കണ്ടോളാന്ന്. ഇതെന്നും നമ്മുടെ കൂടെ നിൽക്കില്ല. പണ്ട് ഈ ത്വഷ്ടാവ് എന്നൊരാൾ, ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. രചന എന്ന അസുര സ്ത്രീ കല്യാണം കഴിച്ച് സ്വർഗത്തിലേക്ക് വന്നപ്പോൾ കയറ്റിയില്ല, വാതിലങ്ങനെ അടച്ചു എന്നർത്ഥം. അസുര സ്ത്രീയെ കല്യാണം കഴിച്ചവൻ ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നർത്ഥം. ആ ത്വഷ്ടാവിൻ്റെ കാലാണ് ആർക്ക് പിടിക്കേണ്ടി വന്നത്? ദേവേന്ദ്രന്. അപ്പോൾ സ്വർഗത്തുനിന്ന് മുകളിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ താഴത്തേക്ക് പോകാൻ തീരുമാനിച്ചു. രചനയുടെ വീട്ടിലേക്ക്, പാതാളം അസുരന്മാരുടെ സ്ഥലം അതാണല്ലോ, അവിടെയും തന്നെയാണ് പ്രശ്നം. ദേവനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോൾ മുകളിലും ഗതിയില്ല, താഴെയും ഗതിയില്ല. അപ്പോഴാണ് നടുക്ക് ഭൂമിയിലവർ സൽക്കർമ്മം ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ആരെയാണോ പണ്ട് അപമാനിച്ചു വിട്ടത് അതേ ത്വഷ്ടാവിൻ്റെ കാല് തന്നെ ഈ ദേവേന്ദ്രന് പിടിക്കേണ്ടി വന്നു. അപ്പോൾ നോക്കൂ, ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ വേദത്തിലൊക്കെ ഇന്ദ്രനെ സ്തുതിക്കുന്ന രീതിയിലാണ്. കൃഷ്ണൻ, രാമൻ, ശിവൻ അങ്ങനെയുള്ള ഭാവങ്ങളൊന്നും കാണില്ല കൂടുതൽ. ഇന്ദ്രനെ സ്തുതിക്കുന്ന രംഗം. പക്ഷെ പുരാണങ്ങളിലോ ഇന്ദ്രന് സംബന്ധിക്കുന്ന കുറേ അബദ്ധങ്ങളാണ്, ഇന്ദ്രന് സംഭവിക്കുന്ന കുറേ അബദ്ധങ്ങൾ. ഇത് പറയുമ്പോൾ ഇന്ദ്രനെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് കാണുകയല്ല, ഇന്ദ്രനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ചെയ്യുക. ഇന്ദ്രന് പോലും ഇങ്ങനെയാണ് എങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയെന്ന് പറയണ്ടല്ലോ എന്നാണ്.
അങ്ങനെ തൊഷ്ടാവിൻ്റെ കാല് പിടിച്ചു. തൊഷ്ടാവ് പറഞ്ഞു, എന്നെയല്ലല്ലോ വേണ്ടത്, എൻ്റെ മകനെയല്ലേ, അദ്ദേഹത്തിനെ പോയി കണ്ടോളൂ. അപ്പോൾ നിങ്ങൾ എന്നെ അപമാനിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. നോക്കൂ, നാരദൻ്റെ പോലെ ഇദ്ദേഹം ഭക്തനാണ്. അതുകൊണ്ടാണ് തന്നെ അപമാനിച്ചവർ തൻ്റെ മുമ്പിൽ വന്നിട്ടും അവരുടെ മുമ്പിൽ ഒരു അഹങ്കാരവും കാണിക്കാതെ അവരുടെ കൂടെ നിൽക്കാൻ കാണിച്ച മനസ്സ്, ഭക്തിയുള്ളത് കൊണ്ടാണ് ഈ ഒരു ഗുണം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗുണമില്ലെങ്കിൽ ഭക്തിയുടെ കുറവാണ്. ഒന്നും കൂടി പറയട്ടെ, ഭക്തി ഉറയ്ക്കാനാണ് ഭാഗവതം. രാധേശ്യാം. അപ്പോൾ ഇവിടെ അല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയി തോന്നുന്നു. അതുകൊണ്ടാണേ വെച്ചാൽ മനസ്സുകൊണ്ടേ വിശ്വരൂപൻ്റെ അടുത്തെത്തി. വിശ്വരൂപൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ പുരോഹിതനായിട്ടിരിക്കാൻ ആഗ്രഹിക്കണില്ല. ഇവിടെയൊക്കെ പുരോഹിതന്മാരും ഗുരുക്കന്മാരായിരിക്കും എത്ര ആൾക്കാരാ, ആർക്കെങ്കിലും ഉപദേശം വേണോ, ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ടാണ്. ഇദ്ദേഹം പറയാ, ഈ പൗരോഹിത്യം എന്നുള്ളത് നല്ല പ്രവൃത്തിയൊന്നുമില്ല, ഞാനിരിക്കണില്ല. അല്ല, നല്ല സമ്പത്ത് കിട്ടും, എനിക്ക് സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട. അവസാന ദേവന്മാർ പറഞ്ഞു, അങ്ങയിലൂടെ മാത്രമേ ഞങ്ങളുടെ രക്ഷ എന്നുള്ളത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബന്ധുക്കളെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ വിശ്വരൂപൻ ദേവന്മാരുടെ ഗുരുനാഥനായി. അപ്പോൾ ഗുരുനാഥനെ അപമാനിച്ചതുകൊണ്ടാണ് ദേവന്മാർക്ക് എന്തുണ്ടായത്? അസുരന്മാരുടെ അടുത്ത് നിന്ന് പരാജയമുണ്ടായത്, മറ്റുള്ളവരുടെ കാല് പിടിക്കേണ്ടി വന്നത് ഒക്കെ ഗുരുനാഥനെ നിന്ദിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അങ്ങനെ എന്തായാലും ഇവിടെ ഇദ്ദേഹം വിശ്വരൂപൻ അവർക്ക് നാരായണ കവചം എന്ന ഒരു മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഭാഗവതം പറയുക. അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു മന്ത്രമാണ് നാരായണ കവചം. ഭാഗവതത്തിൽ അനവധി മന്ത്രങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും 5-ാം സ്കന്ധം. 5-ാം സ്കന്ധമൊക്കെ നോക്കിയാലറിയാം, അവിടെ ചില ബീജാക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള മന്ത്രം. സാധാരണ ബീജാക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള മന്ത്രം കാണൽ വളരെ കുറവാണ്. ഭാഗവതത്തിൽ ഇത് പ്രത്യക്ഷമായി പറഞ്ഞു. ബീജം എന്ന് വെച്ചാൽ അതിൽ നിന്നാണ് ആ മന്ത്രത്തിൻ്റെ ബാക്കി എല്ലാ ഭാവവും എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ ഭാഗവതത്തിൽ പറയുന്നുണ്ടെങ്കിലും ഏത് മന്ത്രം ജപിച്ചാലും കേവലം മന്ത്രം ജപിക്കൽ മാത്രമല്ലാതെ ന്യാസവിധാനങ്ങളൊക്കെ വേണം. ആ ന്യാസങ്ങളൊക്കെ ചെയ്തിട്ടേ മന്ത്രം ജപിക്കാവൂ എന്നാണ്. അപ്പം അതിൽ ന്യാസവിധിയോടുകൂടി ഭാഗവതത്തിൽ പറയുന്ന ഒരേ ഒരു മന്ത്രമാണ് ഏത്? നാരായണ കവചം. ജാമ്യള ഉപാഖ്യാനത്തിൽ പറഞ്ഞൊന്നുമല്ലേ നാരായണ നാമത്തിൻ്റെ മഹിമ. ആ നാരായണൻ എങ്ങനെയാണ് നമുക്ക് കവചമായി നിൽക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള രക്ഷകളെല്ലാം നൽകുന്നത് എന്നാണ് പ്രാർത്ഥനയിലൂടെ ഈ മന്ത്രത്തിൽ കാണാനായിട്ട് സാധിക്കുക. ധൗതാംഘ്രിപാണിരാജമ്യ സപവിത്ര ഉദങ്മുഖ. നമ്മളൊന്നും ന്യസിക്കാനൊന്നും പോകണ്ട, എളുപ്പമൊന്നുമല്ല. ന്യാസം പഠിക്കുക എന്ന് വെച്ചാൽ വലിയ എളുപ്പമൊന്നുമില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആ ശ്ലോകം ചെല്ലുക, ധന്യ വീണ്ടും എന്നർത്ഥം. പിന്നീട് മന്ത്രം ജപിക്കാൻ പറഞ്ഞു. ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം. അതെങ്ങനെയുള്ള ഭഗവാൻ? ന്യസ്താഘ്രിപത്മ പദകേന്ദ്രപൃഷ്ഠേ. എന്നിട്ട് നമ്മളെ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വകുപ്പ് ഭഗവാന്റെ കയ്യിൽ വേണ്ടേ? കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എന്ത്? ദര, അരി, ചർമ്മ, അസി, ഗദ, ഇഷു, ചാപ, പാശാൻ. 8 തൃക്കൈകളിൽ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരി എന്ന ഭഗവാൻ എനിക്ക് വേണ്ടതായിരിക്കുന്ന രക്ഷ നൽകണേ എന്നൊരു പ്രാർത്ഥന. പിന്നീട് ജലേഷു മാം രക്ഷതു. ജലത്തിൽ പോകുന്ന സമയത്ത് ആരെ രക്ഷിക്കണം? മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ എന്നാണ്. ഈ മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ജ്ഞാനപ്രദാതാവായിട്ടാണ് ഇവിടെ മത്സ്യമൂർത്തിയെ ഭാഗവതം വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ജലം എന്ന് വെച്ചാൽ ജലത്തിൽ കളിക്കുന്ന മത്സ്യം എന്ന് പറഞ്ഞാൽ നമ്മളും ഏകദേശം അതുപോലെ തന്നെയാണ്. കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ ഓരോരോ ലീലകൾ വർണ്ണിക്കുമ്പോൾ, കാലഘട്ടത്തെ വർണ്ണിക്കുമ്പോൾ ഇത് പറയും, നമ്മൾ ഒരു നിലയ്ക്ക് മത്സ്യത്തിനെ പോലെയാണ്. മത്സ്യം എന്ന് വെച്ചാൽ എന്താ? പുതുജലത്തിൽ ഭ്രമിക്കണത്. നല്ല മഴ ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പൊക്കെ റോഡ് ടാർ ചെയ്തുല്ലോ. പണ്ടൊക്കെ ടാറിടാത്ത വഴിയാണെങ്കിൽ ഇങ്ങനെ മഴ പെയ്താൽ വെള്ളം പൊങ്ങി ആ മഴവെള്ളത്തിൽ ചെറിയ ചെറിയ മത്സ്യങ്ങളെ കാണാം. എന്തൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരതിൽ കിടന്ന് കളിക്കണത്. നല്ലൊരു വെയിൽ വന്നാലോ കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മൾ ഈ പുതുജലത്തിൽ ഭ്രമിക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ് നമ്മൾ. ഇന്ന് ആ പുതുജലത്തിന് നമ്മൾ വേറൊരു പേര് പറയും. എന്താ? ഫാഷൻ എന്നൊരു പേര് പറയുന്ന മാത്രം. അതിൽ പെട്ട എത്ര ആളുകൾ. അപ്പോൾ നോക്കൂ, അതൊക്കെ അറിവില്ലായ്മയാണ് കാരണം. അങ്ങനെ അറിവില്ലായ്മകളിൽ നിന്നും ജ്ഞാനപ്രദാതാവായിട്ടുള്ള ഗുരുനാഥനായി വന്ന
മത്സ്യമൂർത്തി എനിക്ക് വേണ്ടതായിരിക്കുന്ന രക്ഷയെല്ലാം നൽകട്ടെ. അതേപോലെ തന്നെ വരുണൻ്റെ ഗണങ്ങളിൽ നിന്നും ഈ മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. സ്ഥലത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ വാമനസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ആകാശത്തു കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ത്രിവിക്രമനായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. കാട്ടിലൂടെ പോകുമ്പോൾ നരസിംഹസ്വരൂപനായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഇങ്ങനെ ഓരോരോ അവസ്ഥകളിലൂടെയും നമുക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ നോക്കൂ, അവിടെയൊക്കെ ആരെ കാണാം? ഭഗവാനെ കാണാം. പർവ്വതങ്ങളുടെയൊക്കെ സമീപത്തു കൂടെ പോകുമ്പോൾ ആരെയെ വിളിക്കുന്നത്? ശ്രീരാമനെ. വിദേശത്ത് താമസിക്കേണ്ടി വരുമ്പോൾ ശ്രീരാമൻ രക്ഷിക്കട്ടെ എന്നാണ്. പിന്നെ സനൽകുമാരോവതു കാമദേവാൽ, കാമദേവൻ്റെ പിടിയിൽ നിന്നും സനൽകുമാരൻ രക്ഷിക്കട്ടെ എന്നാണ്. നമുക്കൊക്കെ ഏറ്റവും ദേഷ്യം യമനെയാണല്ലേ, ഏറ്റവും ഇഷ്ടമാണ് ആരെ? കാമനെ. പക്ഷേ ഈ കാമനാണ് യമൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണതേ. അപ്പോൾ കാമദേവൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പോൾ അതുകൊണ്ട് കാമദേവൻ ഓരോരോ അനാവശ്യങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ എനിക്ക് ഇല്ലാത്ത രീതിയിൽ ഊർധ്വരേതസ്സായിട്ടുള്ള സനൽകുമാരൻ രക്ഷിക്കട്ടെ. ഹയശീർഷ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പഥി ദേവഹേളനാഥ്. നമ്മളൊക്കെ സഞ്ചരിക്കുന്ന വഴിക്കൊക്കെ ഈശ്വര സാന്നിധ്യമുണ്ട്. ആ ഈശ്വര സാന്നിധ്യത്തെ മുഴുവൻ നമുക്ക് വന്ദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് ദോഷമായിട്ട് വന്നേക്കാം. എന്നാൽ ആ ഒരു ദോഷം എനിക്ക് വരാതെ ഹയഗ്രീവസ്വരൂപനായിട്ടുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ദേവഋഷിവര്യ പുരുഷാർച്ചനാന്തരാൽ. നാം ചെയ്യുന്ന ഈശ്വര പൂജ, ആ ഈശ്വര പൂജയിൽ തെറ്റുകളൊന്നും വരാതെ ആര് രക്ഷിക്കട്ടെ? ദേവഋഷിവര്യ. ദേവഋഷിവര്യനായിട്ടുള്ള സാക്ഷാൽ ശ്രീനാരദർ രക്ഷിക്കട്ടെ എന്നാണ്. പലരും നാരദനെ നമുക്ക് കുഴപ്പമില്ല, ഭാഗവതം കേൾക്കാത്ത ആൾക്കാർ പരദൂഷണക്കാരായിട്ട് കാണും. ഭാഗവതം കേൾക്കുന്ന ആളുകൾ നാമപ്രചാരകനായിട്ട് കാണും. കേവലം നാമപ്രചാരകൻ മാത്രമല്ല നാരദൻ. തന്ത്രം സാത്വതമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാമ്യതഃ. തൃതീയം ഋഷിസർഗം ച ദേവഋഷിത്വമുപേത്യസ തന്ത്രം സാത്വതമാജഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാമ്യതഃ. ഏതൊരു കർമ്മത്തിൽ നിന്നാണോ നൈഷ്കർമ്മ്യം എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുക, അങ്ങനെയുള്ള തന്ത്രത്തിനെ, പൂജാവിധാനങ്ങളെ ലോകത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മൂന്നാമത്തെ അവതാരമാണ് നാരദരായിട്ട് അവതരിച്ചത് എന്ന് ആദ്യത്തെ സ്കന്ധത്തിൽ കാണാം. അപ്പോൾ പൂജാതി കർമ്മങ്ങളും ദശമസ്കന്ധത്തിൽ കാണാമല്ലേ. ശ്രീകൃഷ്ണൻ അപകടത്തിൽ പെട്ടു എന്ന് പറഞ്ഞ് സത്രാജിത്താണ് കാരണം എന്ന് പറഞ്ഞ് സത്രാജിത്തിനെ എല്ലാവരും കൂടി ചീത്ത പറയുമ്പോൾ നാരദരവിടെ വന്നിട്ട് പറയുന്നുണ്ടതേ, ഉപതസ്ഥുർ മഹാമായാം ദുർഗാം. നാരദരുടെ വാക്കനുസരിച്ച് അവർ ഭഗവതി സേവ ആരംഭിച്ചു. അങ്ങനെയാണ് കൃഷ്ണൻ തിരിച്ചു വന്നത്, ആപത്തൊക്കെ തരണം ചെയ്തിട്ടെ. അപ്പോൾ നോക്കൂ, എല്ലാ ദിക്കിലും നോക്കിയാലും നാരദര പൂജാ സമ്പ്രദായം. ഈ നാരദരത് എവിടുന്നാണ് പഠിച്ചതെന്നോ? ബ്രഹ്മാവിൻ്റെ മകനായി ജനിച്ച ആളാണ്, തപസ് ചെയ്യാൻ പോയ ആളാണ്. ഒരു അശരീരി കേട്ടുവെന്നാണ്. തപസ്സോ വിടമ്പ ബ്രഹ്മൻ. തപസ്സൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നീ നേരെ പൊക്കോളൂ, കൈലാസത്തിൽ പൊക്കോളൂ. ശങ്കരം ജ്ഞാനസിന്ധും, ജ്ഞാനസിന്ധുവായിട്ടുള്ള ശങ്കരനെ കാണൂ, മഹാദേവൻ്റെ അടുത്ത് പൊക്കോളൂ എന്നാ. അങ്ങനെ നാരദർ നേരെ മഹാദേവൻ്റെ അടുത്ത് പോയി. ദക്ഷയാഗത്തിൽ കേട്ടുല്ലേ, നാരദായ പ്രവോചന്തം. നാരദർക്ക് ഉപദേശം കൊടുക്കുന്ന മഹാദേവനെ കണ്ടു എന്നാണ് ദക്ഷയാഗത്തിൽ. അപ്പം അവിടെ നിന്നാണ് നാരദർ ഏത് പഠിച്ചത്? പൂജ. പൂജ മാത്രമല്ല ഭക്തി, ഈ രണ്ടും നാരദർ മനസ്സിലാക്കിയത് പഠിച്ചത് എവിടുന്ന? ലോകത്തിൻ്റെ തന്നെ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ്റെ അടുത്തു നിന്നാണ്. ഈ മഹാദേവനാണത്ര ഈ പൂജാ സമ്പ്രദായങ്ങൾ എഴുതിയ ആൾ. ദേവീ ഭാഗവതത്തിലൊക്കെ ആ കഥ പറയും. രാധാകൃഷ്ണന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഗോലോകത്തിൽ പോയി എന്നും അവിടെ ഒരു പാട്ട് ഒക്കെ ഉണ്ടായി. രാധാകൃഷ്ണന്മാർ അതിൽ അലിഞ്ഞു. രാധാകൃഷ്ണന്മാരെ കാണാണ്ട് ശിവാദി ദേവന്മാർക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു അശരീരി കേട്ടു എന്നാണ്, മഹാദേവ അങ്ങ് പൂജാസമ്പ്രദായത്തിലൂടെ ജനങ്ങൾക്ക് എന്നിലേക്ക് എത്താനുള്ളൊരു വഴി അങ്ങ് എഴുതുകയാണ് എങ്കിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടോളാം. ഓ ശരി, അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഹാദേവൻ ഇന്ന് കാണുന്ന തന്ത്രം പൂജാസമ്പ്രദായത്തെ എഴുതിയത്. അത് ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? നാരദർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണത് ക്രമത്തിൽ ഈ ലോകത്തിലെ പൂജാസമ്പ്രദായം പ്രചാരത്തിലെത്തിയത്. അതാണ് ഇവിടെ പറയുക, ദേവഋഷിവര്യ പുരുഷാർച്ചനാന്തരാൽ. അതിനിപ്പോൾ ഞാൻ പൂജ കഴിക്കാനൊന്നും പോകണില്ലല്ലോ, പിന്നെന്തിനാ എന്നോടിത് പറയണേ ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്താണ്? ഈശ്വര പൂജയാണ്. ഇപ്പോൾ ദക്ഷൻ
അല്ല, ഇവിടെ ഇന്ദ്രൻ ഗുരുനാഥനെ കണ്ട് വന്ദിച്ചില്ല പറഞ്ഞില്ലേ? അതേപോലെ തന്നെ നമ്മൾ എത്ര ജീവജാലങ്ങളെ നിന്ദിക്കണു. കാരണം അതിനൊന്നും ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവജാലങ്ങളോട് നമ്മൾ പെരുമാറുന്നത് ഈശ്വര നിന്ദയാണ്. എന്നാൽ അതിനെ നിന്ദിച്ചില്ല എങ്കിലോ ഓരോന്നിനോടും നാം പെരുമാറുന്നത് ഈശ്വര പൂജയാവും. അപ്പോൾ നമ്മൾ മറ്റ് ജീവജാലങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്നുള്ളത് വേണ്ടതുപോലെ ഈശ്വര പൂജയാവാൻ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ മാറ്റി നാരദനായി വന്ന ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ദ്വൈപായനോ ഭഗവാന പ്രബോധ. ഇങ്ങനെ നമുക്ക് ഏതേത് അവസ്ഥകളുണ്ടോ ആ അവസ്ഥകളിലൊന്നും നമുക്ക് കാല ഇടറാത്ത രീതിയിൽ ഭഗവാൻ രക്ഷിക്കട്ടെ. പിന്നെ ഓരോരോ സമയങ്ങൾ മാം കേശവോ ഗതയാപ്രാതരവ്യാൽ, കാലത്തെനിക്കുമ്പോൾ കേശവായ നമഃ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കണം എന്നാണേ. പിന്നെ ഓരോരോ സമയത്തും ഭഗവാന്റെ ഓരോരോ നാമങ്ങൾ, ആ നാമങ്ങൾ എനിക്ക് വേണ്ടതായിരിക്കുന്ന രക്ഷ നൽകട്ടെ. പിന്നീട് ഭഗവാന്റെ ആയുധങ്ങളുണ്ട്, ഭഗവാന്റെ ആയുധങ്ങൾ എനിക്ക് വേണ്ട രക്ഷ നൽകട്ടെ. പിന്നെ ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ. ഇങ്ങനെ സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്ര കീർത്തനാൽ പ്രയാന്തു സംശയം സദ്യോ ഏനശ്രയ പ്രദീപകാഹ. സർവാപദ്ഭ്യോ ഹരേഹേ നാമ രൂപ യാന ആയുധാനി. എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ വാഹനം, ഭഗവാന്റെ ആയുധങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യട്ടെ? രക്ഷിക്കട്ടെ. എന്തിനെ? ബുദ്ധി ഇന്ദ്രിയ മനഃ പ്രാണാൻ. നമ്മുടെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണങ്ങൾ ഇതിനെയൊക്കെ രക്ഷിക്കട്ടെ. ഇങ്ങനെ അതിവിശേഷമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഏറ്റവും അവസാനം ഒന്നും കൂടി ഇതെല്ലാം കൂടി ചേർത്ത് സാക്ഷാൽ നരസിംഹമൂർത്തി വിദിക്ഷു ദിക്ഷു ഊർധ്വം അധ സമന്താൽ അന്തർബഹിർഭഗവാൻ നാരസിംഹ പ്രഹാപയം ലോകഭയം സ്വനേന സ്വതേജസ ഗ്രസ്ത സമസ്ത തേജാഹ. സാക്ഷാൽ നരസിംഹമൂർത്തി അകത്തും പുറത്തും ചുറ്റും മുകളിലും താഴും എല്ലാ ദിക്കിലും നിറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ രക്ഷയും നൽകണേ എന്നുകൂടിയാണ് പ്രാർത്ഥന. നോക്കൂ, നരസിംഹത്തിന് ഒന്നും കൂടി പ്രാധാന്യത്തോടു കൂടി ഇവിടെ ഭാഗവതം പറഞ്ഞു. ഈ നരസിംഹാവതാരത്തിൽ പറയും അത്യത്ഭുത രൂപം. കൃഷ്ണാവതാര അത്ഭുതമാണ് അത്യത്ഭുതം എന്നാണ് ഇവിടെ. കാരണം ഈ വിഷ്ണുവിൻ്റെ പൂജ കഴിക്കുന്ന സമയത്ത് മറ്റ് മത്സ്യാദി അവതാരങ്ങളെയൊന്നും ന്യസിക്കലോ ഒന്നുമില്ല. പക്ഷേ കോപതത്വം എന്ന് പറയും, നരസിംഹമന്ത്രമാണ്. ആ ദേഹശുദ്ധി ചെയ്യുമ്പോൾ ആ കോപതത്വം ന്യസിക്കണം. അത് ബീജാക്ഷരത്തോടു കൂടി ന്യസിക്കണം. ക്ഷരവും നമപരായ കോപതത്വാത്മനേ നൃസിംഹായ നമഃ എന്ന്. ഈ അവതാരങ്ങളിൽ താന്ത്രികമായിട്ട് പറയുമ്പോഴും സ്മരിക്കപ്പെടുന്ന ഒരു രൂപമാണ് നരസിംഹത്തിൻ്റെ ഭാവം. ഈ വിദ്യ പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ അതിൻ്റെ ഫലശ്രുതിയൊക്കെ പറഞ്ഞു. ഇത് പഠിച്ച ഒരാളുണ്ട് അത്രേ. നാരായണ കവചം ദിവസവും ജപിക്കാൻ പറ്റിയ മന്ത്രമൊക്കെയാണ് കേട്ടോ. ഇത് സ്ഥിരം ജപിച്ചാൽ ഇന്നതേ നേടാൻ പറ്റുള്ളൂ എന്ന് പറയില്ല, അത്രയും സവിശേഷമായിട്ടുള്ള ഒന്നാണ്. ഇത് ജപിച്ച ഒരാൾ അനവധി കാലം ജീവിച്ചിരുന്നു എന്നും പിന്നീട് അദ്ദേഹം മരിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരം സംസ്കരിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ അസ്ഥികളൊക്കെ മണ്ണിൽ തന്നെ കിടന്നു. അത് ക്രമത്തിലത് മണ്ണിൻ്റെ അടിയിലായി. ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഗന്ധർവൻ വിമാനത്തിൽ പോണ സമയത്ത് നിലത്തേക്ക് ഇങ്ങോട്ട് വീണു അത്രേ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ബാലഖല്യന്മാരിൽ നിന്നാണ് നാരായണ കവച ജപിച്ച സിദ്ധി വരുത്തിയ ഒരു മഹാത്മാവിൻ്റെ അസ്ഥി ആ ഭൂമിയുടെ അടിയിൽ കിടക്കുന്നുണ്ട്. അത് അതിൻ്റെ ശക്തി ഇങ്ങനെ മുളയ്ക്ക് പോവുകയാണേ, അതിനെ മറികടന്ന് ആർക്കും പോകാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ നോക്കൂ, ആ നാരായണ കവചത്തിൻ്റെ മഹിമ, ഇതേ മഹിമ തന്നെയാണ് നാരായണ നാമം ജപിക്കുക. ആ നാരായണ എന്നുള്ളതിൻ്റെ വിസ്തൃതമായിട്ടുള്ള ഭാവത്തെയാണ് ഭാഗവതം നമുക്ക് ഇവിടെ പറഞ്ഞു തന്നത്. നാരായണ കവച മന്ത്രമൊക്കെ ജപിച്ചു, ദേവന്മാർക്ക് ശക്തി കിട്ടി. ഇപ്പോൾ അവർക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി. അതുകൊണ്ടായില്ലല്ലോ. അത്യാവശ്യം ഒരു പേടിയൊക്കെ നല്ലതാ അല്ലേ? അത്യാവശ്യം ഒരു പേടി, ചെറിയൊരു അസുഖം, അങ്ങനെയുള്ള ഓരോന്നും നല്ലതാ. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളാവും. ഇതേതെങ്കിലും ഉണ്ടെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭഗവാനെ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ മാൻസ് അഡ്വൈസിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും.
എല്ലാ സുഖങ്ങളുള്ള ആൾക്കാരെ ഞാൻ എന്തിനാ ഭഗവാനെ വിളിക്കണേ വേണ്ടാ തോന്നും. അല്ല, ഓരോരോ ചെറിയ പ്രശ്നം ഉണ്ടായാലേ ഭഗവാനെ വിളിക്കാൻ തോന്നുള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണ്. പഴയ അമ്പലങ്ങളൊക്കെ പുറകെ അറിയാം, കേമത്തം കാണിക്കാൻ വേണ്ടി പോവും. അവിടെയൊക്കെ ലേശം താഴ്ന്നിട്ടാവും ഓരോ സാധനങ്ങളെ. കണ്ടില്ലേ എൻ്റെ കേമത്തം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ടേന്നൊരു വെച്ചാൽ എന്താ തലമണ്ട അവിടെ ഇടിച്ചതാ, എൻ്റെ തേവരെ ഒരു വിളി, പിന്നെ ലേശം താഴ്ന്നേ പോവുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് വെച്ചാൽ നമ്മൾ അഹങ്കരിക്കില്ല. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് ഈശ്വരസ്യ കൃപയാ ദുഃഖമാഗമിഷ്യതി ദേഹിനാം ഭോഗേഷു വിരതിം ദാതും തസ്മാൽ ദുഃഖം ന ഗരിഹയേൽ. അതാണ് കുന്തി മാതാവ് പറഞ്ഞ ദുഃഖം തന്നോളൂ കൃഷ്ണ എന്ന്. ഈശ്വരൻ്റെ കാരുണ്യമുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ദുഃഖം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്കൊരു ദുഃഖം ഉണ്ടാവില്ല. എന്തിനാണ് ദുഃഖം? ഭോഗേഷു വിരതിം ദാതും. ഇതിൽ നിന്നൊക്കെ ഒരു വിരതി നേടാൻ, ഭക്തി നേടാൻ ഈ ദുഃഖങ്ങളുണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ എന്നർത്ഥം. ഇവിടെ ദേവന്മാർക്ക് ഇപ്പോൾ സുഖമായി, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്കൊരു സംശയം. എന്താ അത്? മാതൃസ്നേഹം, മാതൃസ്നേഹവശാനുഗ. ഈ വിശ്വരൂപം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ അസുരന്മാർക്ക് വേണ്ടിയിട്ട് സൽക്കർമ്മം ചെയ്യേണ്ടതെന്ന് ആർക്ക് തോന്നി? ദേവേന്ദ്രന്. ബ്രഹ്മാവ് അന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വരൂപനെ ഗുരുനാഥനാക്കിക്കോളൂ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ അയാൾ ചെയ്തു തരും. പിന്നെ ഒരു കാര്യമുണ്ട്, എന്താ? അയാൾ എന്താ ചെയ്യണേന്ന് നോക്കാൻ പോകണ്ട കേട്ടോ. അയാളെ എന്താ ചെയ്യണേ, അയാളുടെ സ്വഭാവം എന്താ, അതൊന്നും നോക്കണ്ട, നിങ്ങളുടെ കാര്യം അയാൾ നടത്തി തരും. ഇപ്പം കാര്യമൊക്കെ നടന്നപ്പോൾ ഇന്ദ്രനോട് തോന്നുന്നു, ബ്രഹ്മാവ് അന്ന് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എന്തോ ഒരു സൂത്രം ഉണ്ടല്ലോ. അവിടെ നോക്കിയപ്പോഴാണ് ഇന്ദ്രായ സ്വാഹ അഗ്നയ സ്വാഹ ഹോമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുജയ സ്വാഹ പുലോമ, അസുരന്മാർക്ക് വേണ്ടി ഹോമം ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ദേവന്മാർ അച്ഛൻ്റെ വീട്ടുകാർ, അസുരന്മാരോ അമ്മയുടെ വീട്ടുകാർ. അപ്പോൾ രണ്ടുപേരെയും ഒരുപോലെയാണ് കാണുന്നത്. രണ്ട് കൂട്ടരും സുഖമായിരിക്കട്ടെ എന്നാണ്, അല്ലാണ്ട് ഒരാൾ നശിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യണത്. ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചു. ഇന്ദ്രൻ എന്ത് ചെയ്തു? കയ്യെ കെട്ടിയ സാധനം വെച്ച് അദ്ദേഹത്തിൻ്റെ ശിരസ് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. 3 ശിരസ്സായിരുന്നു അദ്ദേഹത്തിന്. ഫലം കടക്കോള് നാരായണ, യാതൊരു സംശയമില്ല, വെട്ടി അങ്ങോട്ട് കളഞ്ഞു എന്നർത്ഥം. ബ്രഹ്മഹത്യാപാപം അത് ഇന്ദ്രനെ വന്ന് പിടിച്ചു. ഈ ബ്രഹ്മഹത്യാപാപം നിന്ന് രക്ഷപ്പെടാൻ എന്ത് വഴി എന്ന് ചോദിച്ചപ്പോഴാണ് 4 ആൾക്കാരെ കിട്ടി. ആ 4 ആൾക്കാർക്ക് ശാപം കൊടുത്തു, അവർക്ക് 4 അനുഗ്രഹം കൊടുത്തു. എന്തായാലും അങ്ങനെ ഈ ബ്രഹ്മഹത്യയൊക്കെ ഒഴിവാക്കി ഇന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ബ്രഹ്മഹത്യ മുതലായിട്ടുള്ള പാപങ്ങൾ അങ്ങനെ ദാനം കൊടുത്ത് ഒഴിവാക്കാനുള്ളതല്ല എന്നർത്ഥം. നമ്മളുടെ കർമ്മദോഷങ്ങളാണ് നമുക്കിന്ന് ദുഃഖമായി വന്നത് എങ്കിൽ സൽക്കർമ്മത്തിലൂടെ നമ്മൾ തന്നെ ആ പാപത്തെ തീർക്കണം. ദാനത്തിലൂടെ തീർക്കുകയല്ല വേണ്ടത് എന്നാണ് ഇവിടെ ഭാഗവതം. എന്തായാലും ഇവിടെ ഇന്ദ്രൻ ബ്രഹ്മഹത്യയൊക്കെ മാറി, ഭൂമി, സ്ത്രീകൾ, വൃക്ഷം, ജലം, ഈ 4 പേർക്കാണ് ഈ ബ്രഹ്മഹത്യ കൊടുത്തത്. 4 പേർക്കും അതിൻ്റെ അനുഗ്രഹം കൊടുത്തു. ബ്രഹ്മഹത്യയൊക്കെ പോയി നിരീക്ഷിച്ചിട്ട് ഇന്ദ്രൻ ഇരിക്കുന്ന സമയത്താണ് ഈ ത്വഷ്ടാവ് തൻ്റെ മകനായിട്ടുള്ള വിശ്വരൂപനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി, ഗുരുനാഥനായി വരച്ച് കൂട്ടിക്കൊണ്ടുപോയി അവസാനം വിശ്വരൂപനെ നിഗ്രഹിച്ചുവല്ലോ. അപ്പം തൻ്റെ മകനെ കൊന്നവനോട് പ്രതികാരം ചെയ്യണം എന്നൊരാഗ്രഹം ആർക്ക്? ത്വഷ്ടാവിന്. അങ്ങനെ വലിയൊരു ഹോമം നടത്തി. ആ ഹോമത്തിൽ നിന്നും അതിഭീകരനായിട്ടുള്ള ഒരാൾ പുറത്തേക്ക് വരിക ഉണ്ടായത്. വളരെ വലിയ ശരീരം ആണ് ആൾക്കത്രേ. അയാൾക്ക് പേരിട്ടു, വൃത്ര എന്ന് പേരിട്ടു. എന്താ വൃത്ര എന്ന് പേരിടാൻ കാരണം വെച്ചാൽ വൃജനാൽ ത്രാതും, വൃജനം വെച്ചാൽ ദുഃഖം, ദുഃഖത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ, രക്ഷിക്കാനായി വന്നവൻ എന്നുള്ള ഒരർത്ഥം. വൃത്രൻ പറഞ്ഞില്ലേ, വേദത്തിൽ ഭഗവാന്റെ ഈ അങ്ങനെ അവതാര രൂപങ്ങളൊന്നും പറയില്ലെങ്കിലും ഏത് വേദം, 4 വേദമല്ലേ, 4 വേദത്തിലും പൊതുവായി കാണുന്ന ഒരു കഥാപാത്രമാണ് ആര്? വൃത്രാസുരൻ. നിസ്സാരക്കാരനല്ല എന്നർത്ഥം. വേദത്തിൻ്റെ സാരമാണ് ഭാഗവതം എന്ന പുരാണം. ആ പുരാണം ആയിട്ടുള്ള ഭാഗവതത്തിൽ മാത്രമല്ല മറ്റു പുരാണങ്ങളിലും. അപ്പോൾ നോക്കൂ, ഏത് കഥ നോക്കിയാലും അവിടെയൊക്കെ കാണുന്ന ഒരു കഥാപാത്രമാണ് വൃത്രൻ. പക്ഷെ വേദത്തിൽ ഇങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് കാണുക എന്ന് മാത്രം. അപ്പോൾ നമുക്ക് സംശയം വരും, വേദത്തിൽ പറഞ്ഞ ആളെയാണ് വിശ്വസിക്കുന്ന. ഈ ഇന്ദ്രൻ അവിടുന്ന് മഴ പെയ്യിക്കുമ്പോഴേ ഇയാൾ ഇതിനെ തടഞ്ഞു നിർത്തത്രേ. അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് ഇയാൾ വൃത്രന്നാണ് വേദത്തിൽ, ഋഗ്വേദത്തിൽ അങ്ങനെ പറയുക. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെയല്ല പറയുക. അപ്പോൾ നമുക്ക് സംശയവും ഏതാ വിശ്വസിക്കേണ്ടതെന്ന്.
സംശയിക്കണ്ട. ആ വേദം പകുത്ത ആൾ അതുകൊണ്ടും മനസമാധാനം കിട്ടാണ്ട്, പുരാണങ്ങൾ എഴുതി അതുകൊണ്ടും മനസമാധാനം കിട്ടാണ്ട്, ശരിയായതെന്തോ അതെപ്പോൾ എഴുതിയോ അപ്പോഴാണ് വേദവ്യാസൻ എന്തുണ്ടായത്? മനസ്സമാധാനം. അതുകൊണ്ട് ഏത് പുരാണത്തിൽ പറഞ്ഞ കഥയാണ് സത്യം എന്ന് ഒരിക്കലും ഒരാളും സംശയിക്കേണ്ട. സത്യം പരം ധീമഹി, ഭാഗവതത്തിൽ പറഞ്ഞത് മാത്രമാണ് സത്യം എന്ന് ഉറപ്പിക്കാം. മറ്റ് കഥകളുടെ പുരാണങ്ങളുടെ പിന്നാലെ പോകേണ്ട, സംശയങ്ങൾ കൂടും. അതുകൊണ്ട് ഭാഗവതം പറഞ്ഞതാണ് സത്യം എന്ന് ഉറപ്പിച്ച് മുന്നേറുകയാണ് വേണ്ടത്. എന്തായാലും ഈ വൃത്രൻ എന്ന ഒരു പുത്രനെയാണ് സമ്പാദിച്ചത്. ഈ വൃത്രാസുരൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ ദേവന്മാർക്ക് എന്തെന്നില്ലാത്ത ഭയം. അവരെല്ലാവരും കൂടി ഓടിച്ചെന്ന് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞു, വൃത്രനെ കൊല്ലണമെങ്കിൽ സാധാരണക്കാർക്ക് പറ്റില്ല, സാധാരണ ആയുധം കൊണ്ട് പറ്റില്ല. ദധീജി മഹർഷിയുടെ നട്ടെല്ല് കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കുക, അത് എൻ്റെ തേജസ് കൂടി അതിൽ ഞാൻ യോജിപ്പിക്കാം, അതുകൊണ്ട് മാത്രമേ ഈ വൃത്രാസുരനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇത് കേട്ടപാടി ഇന്ദ്രൻ ഓട്ടം. എന്നാൽ ഭഗവാനോടൊരു താങ്ക്സ് എങ്കിലും പറയണ്ടേ, ഒരു വഴി പറഞ്ഞെന്നാൽ അതൊന്നുമില്ല എന്നർത്ഥം. നേരെ പോയി ഇന്ദ്രൻ എന്ത് ചെയ്തു? ദധീജി മഹർഷിൻ്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. ദധീജി പുറത്തേക്ക് വന്നു. ആ ഇന്ദ്ര വരൂ കേട്ടോ, കയറിയിരിക്കാം. എന്താ? അതെ, ഒന്നും വേണ്ട, ഞാനൊരു സാധനം മേടിക്കാൻ വന്നതാ. ആ എന്താ ഇപ്പോൾ വേണ്ടത്? ദേവലോകത്തുള്ള ഇന്ദ്രൻ ഭൂമിയിൽ വന്നേക്കാം ഒരു സാധനം ചോദിക്കാൻ. അവിടെ ഇല്ലാത്ത എന്താ ഇപ്പോൾ ഇവിടെ ഉള്ളത്? എന്താ വേണ്ടേ? ആ നട്ടെല്ലൊന്ന് തന്നാൽ മതി. അതിപ്പോൾ ഇപ്പം തരാമെന്നോ? എന്ത് പറ്റുമോ? എത്ര ആ നട്ടെല്ലും തരുമോ? തൻ്റെ നട്ടെല്ല് കൊണ്ടുപോയിട്ട് വേണം ആയുധം ഉണ്ടാക്കിയിട്ട് എനിക്ക് അവിടെ കയറിയിരിക്കാൻ. അല്ല, നട്ടെല്ല് പറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ദ്ര നിസ്സാരമൊന്നുമല്ലല്ലോ. അല്ല, നട്ടെല്ല് എടുത്താൽ പിന്നെ നമ്മൾ ബാക്കി ഉണ്ടാവുമോ? ഇല്ല. അതാണ് അവിടെ ഇല്ലാത്തൊരു സാധനം ഇവിടെ എന്താണെന്ന് ഇദ്ദേഹം ആലോചിച്ചതേ. അവിടെയുള്ളവർക്ക് അതില്ല. എന്ത്? നട്ടെല്ല് ഇല്ലായ്മയില്ല, ഉള്ളതിന് ഉറപ്പില്ല. അപ്പം നമ്മുടെ ഹിന്ദുക്കളുടെ അവസ്ഥയും ഏതാണ്ടൊക്കെ തന്നെ അങ്ങനെ തന്നെയാണല്ലേ. ഈ ഉറപ്പില്ലായ്മയാണ് മറ്റൊരു കയറാൻ കാരണേ. അപ്പോൾ ഇതിന് ലേശം ഉറപ്പ് വരണം. അതിന് നാരായണ കവചം തന്നെ, നാരായണ നാമജപം തന്നെയാണ് നമുക്ക് നല്ലത്. എന്തായാലും അവിടെ ദധീജി മഹർഷി പറഞ്ഞു, ശരി, എൻ്റെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങളെടുത്തോളൂ, പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ്. അങ്ങനെ ദധീജി മഹർഷി ധ്യാനത്തിലിരിക്കണു, ഭഗവാനിലേക്ക് എത്തി. ഇന്ദ്രനെ ഇത് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കും. തണുത്തുവോ എന്നറിയാം. ജീവൻ പോയാൽ തണുക്കൂലോ. അങ്ങനെ തൊട്ടപ്പോഴാണ് തണുത്തിരിക്കണം. ഒരു സംശയമില്ല. നട്ടെല്ല് വലിച്ച് പറിച്ചെടുത്തു. അമൃതൻ്റെ സ്പർശമുള്ള കൈ കൊണ്ട് ആനയ്ക്കൊക്കെ തലോടി കൊടുത്ത് പിന്നെ ആനപ്പുറത്ത് കയറിയിരുന്നു. ആനപ്പുറത്ത് കയറിയിരുന്ന യുദ്ധത്തിന് മുമ്പിലേക്കല്ലേ പോകേണ്ടത്? ഇത് പിന്നിലേക്കാണ് പോണതേ. സാധാരണ ആന പിണങ്ങുമ്പോൾ അങ്ങനെയാണല്ലേ, സ്വതേ പിന്നിലേക്കാ പോകാന്നാണ്. അത് ആനയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒറ്റ ചാട്ടാ മുമ്പിലേക്ക്. സ്വതേ പറയുക ആന പിണങ്ങിയാൽ പിന്നിലേക്ക് വന്ന് എന്നാണ്. ഈ ആന ഇങ്ങനെ പിന്നിലേക്കാണ് പോണത്. വൃത്രാസുരനെ കാണുമ്പോൾ പോലും ആ ഐരാവതത്തിന് പോലും പേടിയാവണമെന്നാ. അത്രയും ഭീകരനായിട്ടുള്ള വൃത്രാസുരൻ. ആ വൃത്രാസുരൻ്റെ ഉപദേശങ്ങളാണ് പിന്നീട് ഭാഗവതം. വൃത്രാസുരൻ ഇങ്ങനെ ആന പുറകിലേക്ക് പോണ കണ്ടിട്ട് ഇന്ദ്രൻ്റെ പരിഭ്രമൊക്കെ കണ്ടിട്ട് വൃത്രാസുരൻ പറയുകയാണ്, ഇന്ദ്ര താൻ പേടിക്കൊന്നും വേണ്ട, അങ്ങോട്ട് വരിക. എന്തായാലും യുദ്ധത്തിന് വന്നതല്ലേ, ഞാനും അതിനാണ് വന്നത്. ഇപ്പോൾ യുദ്ധം ചെയ്ത് എന്നെ കൊല്ലാൻ നിരീക്ഷിച്ചിട്ടല്ലേ ഇങ്ങോട്ട് പുറപ്പെട്ടേക്കണേ. തനിക്ക് എന്നെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇനി ഞാനാണ് വിജയിക്കുക. താൻ എന്നെ കൊല്ലുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ആരാ? ഞാനാണ് വിജയിക്കുക. എന്ന് മാത്രമല്ല, നിന്നെ കൊന്നിട്ട് വേണം എൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കാൻ. നിന്നെ കൊല്ലാനാണ് എന്നെ സൃഷ്ടിച്ചത്. ബ്രഹ്മഹ ഗുരുഹ ഭ്രാതൃഹ, ഇതെല്ലാം കൂടി ചെയ്യുന്ന ആൾക്കാരെ കാണാൻ തന്നെ കിട്ടില്ല. എന്താ? ബ്രഹ്മഹത്യാപാപം, ഗുരുഹത്യാപാപം, സഹോദരഹത്യാപാപം, ഇങ്ങനെ സകല പാപങ്ങളും ചെയ്തവനാണ് അങ്ങ്. അങ്ങയെ ഞാൻ കൊല്ലും, വലിയൊരു അധർമ്മിയെ ഇല്ലാതെയാക്കുക എന്ന കാരണം കൊണ്ട് എനിക്ക് മോക്ഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിലും നാണാവില്ലേ? ഇത്ര വലിയ സ്ഥാനത്ത് കയറിയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ നാണാവില്ലേ ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ അങ്ങോട്ട് മുമ്പിലേക്ക് വരണത് കാണാനില്ല. അപ്പോൾ വൃത്രാസുരൻ പറഞ്ഞു, താൻ പിന്നിലേക്ക് പോവല്ലേ, വരൂ നമുക്ക് യുദ്ധം ചെയ്യാന്നേ. അല്ല, അങ്ങയുടെ കുറേ ആയുധമൊക്കെ ഇല്ലേ, അതുകൊണ്ട് യുദ്ധം ചെയ്തോളൂ, പേടിക്കണ്ട, ഞാൻ നിന്ന് തരാം.
ഒരുപക്ഷെ യുദ്ധത്തിൽ ഞാൻ ജയിച്ചോളണമെന്നില്ല. അങ്ങയുടെ കയ്യിലുള്ള വജ്രായുധം കൊണ്ട് അങ്ങയ്ക്ക് എന്നെ കൊല്ലാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഗദയെ പോലെ ആവില്ല വജ്രായുധം. ഗദ എന്നെ നേരെ പ്രയോഗിച്ചപ്പോൾ അങ്ങയ്ക്ക് പരാജയമല്ലേ ഉണ്ടായത്. പക്ഷേ അങ്ങയുടെ കയ്യിലുള്ള വജ്രായുധം കൊണ്ടാണെങ്കിൽ അങ്ങയ്ക്ക് ജയം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ദധീജേഹേ തപസാച തേജിത. നാമ ഉപാസകനായ ദധീജി മഹർഷിയുടെ അസ്ഥി കൊണ്ട് ഉണ്ടാക്കിയ ആ ആയുധത്തിൽ, ആ വജ്രായുധത്തിൽ എൻ്റെ പ്രാണനാഥനായിട്ടുള്ള ഹരയുടെ ചൈതന്യം കൂടി യോജിപ്പിച്ചിരിക്കുന്നു. ഇനി ആ വജ്രായുധം കൊണ്ട് അങ്ങ് എന്നെ കൊല്ലുകയാണെന്ന് വെച്ചാൽ അപ്പോഴും ഞാൻ ജയിക്കും. കാരണം എന്താ? ആ സ്പർശം കൊണ്ട് തന്നെ എനിക്ക് മോക്ഷത്തിലെത്താൻ സാധിക്കും. അപ്പം ഞാൻ അങ്ങയെ കൊന്നാലും എനിക്ക് ഭഗവാന്റെ അടുത്തെത്താം, അങ്ങ് എന്നെ കൊന്നാലും എനിക്ക് ഭഗവാന്റെ അടുത്തെത്താം. എൻ്റെ വിജയം ഞാൻ ഉറപ്പിച്ചിരിക്കുമെന്നാണ്. നന്വേഷവജ്രസ്തവ ശക്രതേജസാഹരേ ദധീജേ തപസാച തേജിതഃ തേനൈവ ശത്രും ജഹി വിഷ്ണുയന്ത്രിതോ യതോ ഹരിഹി. എവിടെയാണോ ഭഗവാനുള്ളത് അവിടെയാണ് വിജയം ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങ് എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് വൃത്രാസുരൻ അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന രംഗമാണ് വൃത്ര ചതുശ്ലോകി എന്നൊക്കെ മഹാത്മാക്കൾ പറയും. എങ്ങനെയാണ് ഒരു ഭക്തൻ എങ്ങനെയാണ് കൃഷ്ണനെ പ്രേമിക്കേണ്ടത് എന്നറിയില്ലെങ്കിൽ വൃത്രനെ കണ്ടുപഠിച്ചോളൂ എന്നാണ്. അതെങ്ങനെയാ എന്നാണെങ്കിൽ അനുകൂലമായിട്ടുള്ള അവസരത്തിൽ നാമം ജപിക്കല് മുഴുവൻ ഭക്തി എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ഗോവിന്ദനാമ സങ്കീർത്തനം എന്നിട്ട് തന്നെ എത്ര പേർക്ക് പറ്റിയില്ല എന്താ ഇപ്പം ജപിക്കാനേ? സപ്താഹത്തിനൊക്കെ പോയ നാമം ജപിച്ചില്ലെങ്കിൽ ചീത്ത കേൾക്കും. ചീത്ത കേൾക്കാണ്ടിരിക്കാൻ ജപിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഇത് നോക്കൂ, യുദ്ധക്കളത്തിലാണ് ഇരിക്കുന്നത്. ശത്രുക്കൾ നല്ല സുസജ്ജരായിരിക്കണു. ഇവിടെ ആയുധമൊന്നുമില്ലാണ്ട് ഏകാഗിയായിട്ടിരിക്കണു. ആ യുദ്ധക്കളത്തിൽ ഇരുന്നു കൊണ്ടും ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിച്ചു. നമുക്കങ്ങനെ സാധിക്കുന്നുവെങ്കിൽ ഉറപ്പിക്കാം, ഈശ്വരകാരുണ്യം കൊണ്ട് എനിക്ക് ഭക്തിയുണ്ട് എന്ന്. ഇവിടെ ഇരുന്ന് ജപിക്കുമ്പോഴല്ല, മറ്റോരോരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ ഉറക്ക നാമം ജപിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ആലോചിച്ച് നോക്കും. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തി ആരംഭിച്ചിട്ടുണ്ട്. പറ്റുന്നില്ല എങ്കിൽ ഭക്തി ആരംഭിച്ചിട്ടില്ല. ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് വൃത്രാസുരനെ കാണണം എന്നാണ് പറയുക. വൃത്രാസുരൻ എന്താ പറയണത്? വൃത്രാസുരൻ ഒരു ഭക്തനാണ് എന്ന് പറയാൻ കാരണം അദ്ദേഹം ഭക്തിക്ക് വേണ്ടി യാചിക്കണില്ല. എന്താ അങ്ങനെ? ഭക്തന്മാര് ഭക്തിക്ക് വേണ്ടിയിട്ടല്ലേ യാചിക്കുക? അല്ല, ഭക്തിക്ക് വേണ്ടി യാചിച്ചാലും ഭക്തനായി എന്ന് പറയാൻ പറ്റില്ല. ഭക്തി ഉറച്ചാൽ എങ്ങനെയാണ്? ഭവതഃ പദപാദ പത്മദാസാനുദാസപദമപ്യഖിലേശദേഹി. അഹം ഭഗവാൻ പറയുന്നില്ലേ, ഞാൻ എന്നെ പൂജിക്കുന്നതിനേക്കാളും എൻ്റെ ഭക്തനെ പൂജിക്കുകയാണ് നല്ലത്. ഞാൻ ഭക്ത പരാധീനനാണ്, അനുവ്രജാമി, ഭക്തന്മാരുടെ പിന്നാലെ ഞാൻ നടക്കണു എന്നൊക്കെ ഭഗവാൻ തന്നെക്കാളും ഉയർന്ന ഒരു പദവി ഭക്തന് കൊടുത്ത ഭാഗവതം നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഭഗവാന്റെ കൂടെ നടക്കാനല്ല ശ്രമിക്കേണ്ടത്. പിന്നെ ഭഗവാൻ ഏതൊരു ഭക്തൻ്റെ കൂടെ നടക്കുന്നുവോ ആ ഭക്തൻ്റെ കൂടെ നടക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ഭഗവാന്റെ കൂടെ നടന്നാലും എന്തുണ്ടാവും? നമ്മൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ ആ കൈവിട്ട് ഓടിപ്പോവാൻ മതി. അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊച്ചുകുട്ടികളെ അമ്മമാരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ കുട്ടികളുടെ കൈ മുറുക്കെ പിടിക്കും. അപ്പോൾ കുട്ടികൾ പറയും, വേണ്ട അമ്മ പിടിക്കണ്ട, ഞാൻ അമ്മയുടെ കൈ പിടിക്കാമെന്ന്. അങ്ങനെ പിടിച്ചാൽ എന്താ അപകടം? എന്തെങ്കിലും കാരണം വഴിക്ക് കൈ പിടിച്ച് കുട്ടികൾ ഓടിപ്പോവും. അതാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ നമ്മൾ ഭഗവാനെ അങ്ങോട്ട് പിടിച്ചിട്ട് കാര്യമില്ല. അതിൽ നല്ലത് എന്തെങ്കിലും കണ്ടാൽ, നല്ലത് തോന്നിയാൽ ഈ ഭഗവാനെ വിട്ട് വല്ല വഴിക്ക് നമ്മൾ ഓടിപ്പോവും. എന്നാൽ ഭഗവാന്റെ ഭക്തനായി നിൽക്കാൻ പറ്റിയാലോ? നമ്മൾ ഓടിയാലും പേടിക്കണ്ട. എൻ്റെ ഭക്തൻ്റെ ഭക്തനാണേ, അവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരണം. ഭഗവാൻ തന്നെ നമ്മളെ അപകടത്തിലേക്ക് പോവാതെ രക്ഷിക്കുന്നർത്ഥം. അതാണ് തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി. എനിക്ക് അങ്ങയുടെ ഭക്തനാവണം എന്നതിൽ കവിഞ്ഞ് ദാസ, അങ്ങയുടെ ദാസനാവുന്നതിൽ
കവിഞ്ഞ് ദാസാനുദാസ, ആ ഭക്തൻ്റെ ദാസനാവാൻ. അതാണ് ശ്രീസംഗമേശ ഭവതഃ പദപാദപത്മദാസാനുദാസപദമപ്യഖിലേശ ദേഹി. ഗർഗസംഹിതയിലും കാണാം ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രംഗം. കൗരവരുടെ സദസ്സിൽ പോയി ഭഗവാൻ, കൗരവരുടെ സദസ്സിൽ പോയപ്പോൾ കൃപാചാര്യര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ? കൃഷ്ണ, എനിക്ക് ഭക്തി തരണേ എന്നല്ല കൃപാചാര്യര് പ്രാർത്ഥിച്ചത്. ത്വൽ ഭൃത്യഭൃത്യ പരിചാരക ഭൃത്യഭൃത്യഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. എത്രണ്ട് താഴത്തേക്ക് പോയി എന്നാലോചിച്ചു. ത്വൽ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യഭൃത്യഭൃത്യസ്യ ഭൃത്യ, എത്രണ്ട് പോയി. അങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണേ ഭഗവാനെ, എന്നെ അങ്ങനെ സ്വീകരിക്കണേ എന്നാണ്. അപ്പം യഥാർത്ഥ ഭക്തിയുള്ള ഒരാൾ ഭക്തന്മാരോട് സ്നേഹമുണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് ഇവിടെ ദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. അല്ലയോ ഭഗവാനെ, പ്രാണനാഥനായിട്ടുള്ള അങ്ങയിലേക്ക് എൻ്റെ മനസ്സ് എത്തിച്ചേരണേ. എൻ്റെ വാക്കുകളെ കൊണ്ട് അവിടുത്തെ സൽക്കഥകളെ നിരന്തരം ഉരുക്കഴിക്കാൻ സാധിക്കണേ. ഈ ശരീരം കൊണ്ട് അവിടത്തേക്ക് വേണ്ട കൈങ്കര്യങ്ങൾ ചെയ്യാൻ അടിയന് സാധിക്കണേ. എനിക്ക് മറ്റൊന്നും വേണ്ട കേട്ടോ. സാധാരണ ഓരോരുത്തരും ഭഗവാനെ സേവിക്കുന്നത് എന്തിനാ? ഞാൻ കൂട്ടിയാൽ കൂടില്ല എന്നപ്പോൾ അങ്ങോരോട് ചോദിച്ചു മേടിക്കാൻ തിരിച്ചിട്ടെ എനിക്കത് തരുമോ ഇത് തരുമോ എന്നൊക്കെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ, ഞാൻ വേറൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല അങ്ങേരെടുത്ത് വന്നത്. നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ സമഞ്ജസ വാ വിരഹയ്യകാംക്ഷേ. ഞാൻ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ആദ്യമൊക്കെ വരും ഭഗവാന്റെ അടുത്ത്. എന്താ? ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കുറേ സാധനങ്ങൾ മേടിക്കണം. അങ്ങനെയല്ലേ? അമ്പലത്തിൽ പോയി ലിസ്റ്റും കൊണ്ടാ പോവുക. എന്തെങ്കിലും ചോദിക്കാൻ വിട്ടുപോയാലോ? അങ്ങനെ ലിസ്റ്റും കൊണ്ട് പോയാൽ ഒരു വട്ടം അമ്പാടിക്കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ. ഇനി വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. പക്ഷെ അവിടത്തേടെ ആ രൂപം അങ്ങനെ കണ്ടങ്ങോട്ട് മനസ്സങ്ങോട്ട് നിറഞ്ഞപ്പോഴേ എന്താ പറയുക, വേണ്ടേനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട, സായുജ്യം പോലും വേണ്ട, പിന്നെ എന്താ നിനക്ക് വേണ്ടേ? നാഗപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധി പുനർഭവം. നിനക്ക് പിന്നെ എന്താ വേണ്ടത്? ഇവിടെ രാജാവണ്ട, ശരി. ചക്രവർത്തി ആവണ്ട, ശരി. നിനക്ക് ദേവലോകത്തിലെത്തണ്ട, ശരി. മറ്റ് സുഖം നൽകുന്ന മറ്റോരോരോ ലോകങ്ങളുണ്ട്, അവിടെ ഒന്നും പോണ്ട വെച്ചാൽ എന്തിനാ പിന്നെ നീ ഇങ്ങോട്ട് വന്നേ? എന്താ നിനക്ക് വേണ്ടത്? ഒരു നാളും തരി പോലും മാറാതെ കാൽ ചോട്ടിൽ കഴിയട്ടെ, മറ്റൊന്നും വേണ്ട കണ്ണാ. എനിക്ക് വേറൊന്നും വേണ്ട. അങ്ങയുടെ പാദത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന തുളസിയായിട്ട് എനിക്ക് കിടക്കാൻ പറ്റിയാൽ വേറൊന്നും വേണ്ട ഭഗവാനെ. അങ്ങയുടെ അടുത്തേക്ക് എത്താൻ എത്രയോ കാലങ്ങളായി ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രേമം എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ പ്രേമിക്കണേ? അജാതപക്ഷ ഇവ മാതരം ഖഗാഃ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ത. ചിറകമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ കൂട്ടിലിങ്ങനെ കാത്തിരിക്കുക. എന്തിനാ? തള്ളപ്പക്ഷി വന്നിട്ട് വേണം. എന്തിനാ വരണത്? എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരുവേ. അതുപോലെ ഞാൻ അവിടുത്തെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടിച്ചാടി കളിക്കുന്ന പശുക്കുട്ടികൾ അമ്മയുടെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കണില്ലേ? അതുപോലെ അമ്മയുടെ അടുത്ത് എത്തിയാലേ പാല് കുടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അത് പോരാത്രേ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു ചോദിച്ചാലേ
നമുക്ക് മനസ്സിലാക്കാനാണ്. വലിയ വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് എൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ കേട്ടോ എന്നാണ് വൃത്രാസുരൻ. ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയണു. ഇനിയിപ്പോൾ ഗുരുവായൂരപ്പന് അത് പോരാട്ടോ തോന്നുകയാണെങ്കിൽ എന്താ വെച്ചാൽ ആദ്യം പക്ഷിക്കുഞ്ഞുങ്ങൾ പക്ഷിയെ കാണാനല്ല, അമ്മ വന്നാലേ ഭക്ഷണം കിട്ടുള്ളൂ. ഭക്ഷണത്തിനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടാനാവുമോ അവൻ എന്നെ എന്നാണെങ്കിൽ സ്തന്യം, ഈ പശുക്കുട്ടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഒക്കെ കുടിക്കാം. അപ്പോൾ പശുക്കുട്ടിക്ക് പാലും കിട്ടണം. പാലിൻ്റെ ഒപ്പം അമ്മയുടെ ഒരു തലോടൽ, നാവ് കൊണ്ടുള്ള തലോടലും കിട്ടുമേ. അപ്പോൾ അത് കേവലം ഭക്ഷണം മാത്രമല്ല, ഒരു സംരക്ഷണം കൂടിയും എന്നാണെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണോ എങ്കിൽ അല്ലാ ഗുരുവായൂരപ്പ പ്രിയം പ്രിയേവ വ്യുഷതം വിഷന്നാമനോരവിന്ദാക്ഷ ദിദൃക്ഷതേ തവാം. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ വിദേശത്തേക്ക് പോയ ഭർത്താവിനെ കാത്ത് ഇരിക്കുന്ന ഒരു ഭാര്യയെ പോലെയാണ്. ആ ഭാര്യയ്ക്ക് എന്താ? ഒന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി എന്നാണ്. ഒന്നും കൊണ്ടുവരണ്ട, ഒന്നും ചെയ്തു തരണ്ട, ഒന്ന് കണ്ടാൽ തന്നെ ആ ഒരു സന്തോഷം, ആ വിരഹവേദന. അതാണ് വൃത്രാസുരൻ പറയണത്. ഈ വിരഹവേദനയാണ്. കൃഷ്ണ, ഞാൻ അങ്ങയെ വിട്ടിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ടാൽ അത് വീണ്ടും വെള്ളത്തിലേക്ക് പോവാൻ വേണ്ടി എങ്ങനെ പെടയുന്നുവോ അതുപോലെ നീറണം കണ്ണൻ്റെ വേർപാടിൽ മാനസം കാറുളി വർണ്ണനെ കണ്ടാലതാരണം. ഇങ്ങനെയാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടി കൊതിക്കേണ്ടത് എന്ന് പറയാ ഭാഗവതം. ആലോചിച്ചോക്കത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ശാന്തത, ഒരു ആനന്ദം. എങ്കിൽ ഇത്തരത്തിൽ മറ്റെല്ലാം വിട്ടുകൊണ്ട് വേറെ ഒന്നിനുമല്ലാതെ കണ്ട് കൃഷ്ണനെ പ്രേമിക്കാൻ സാധിക്കുന്ന ആളുകൾ, ചൈതന്യ മഹാപ്രഭു ശിഷ്ടാഷ്ടകം എന്ന 8 ശ്ലോകം അദ്ദേഹം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആശ്ലിഷ്യവാ, ഞാൻ ചിലപ്പോൾ അവിടുത്തെ നാമം ജപിച്ചുകൊണ്ട് നടക്കും, അവിടുത്തെ കാണാൻ വേണ്ടി, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ ഒളിച്ചു നിൽക്കും. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, എന്നാലും എന്നെ പറ്റിക്കാൻ വേണ്ടി ഒളിച്ചു നിൽക്കും. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ മുമ്പിൽ വരും. എന്നാൽ ഒന്ന് നമസ്കരിക്കാൻ തിരിച്ചാലോ, പാദരഥാം, ചിലപ്പോൾ എൻ്റെ തലയിലങ്ങോട്ട് ചവിട്ടും. ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടം കാണിച്ചുകൊണ്ട് ഊട്ടി വന്ന് മർമ്മഹതാം കരോതുവ, എൻ്റെ എല്ലാ സന്ധികളെയും വേദനിപ്പിക്കുന്ന രീതിയിൽ മുറുക്കി എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് വരും. ചിലപ്പോൾ ഞാൻ വിളിച്ചാലും എൻ്റെ വിളി കേൾക്കാണ്ട് വല്ലോരുടെ പിന്നാലെ പോയി എന്ന് വരും. യഥാ തഥാവാ വിദധാതുലംബട മൽ പ്രാണനാഥസ്തു സ ഏവ നാപരഹ. എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് ഒരു വിരോധമില്ല കേട്ടോ. എൻ്റെ പ്രാണനാഥൻ അദ്ദേഹമാണ്. അദ്ദേഹം ഇങ്ങടെ എങ്ങനെ, അതല്ല യഥാർത്ഥ പ്രേമം അങ്ങനെയല്ല അല്ലേ. ഇങ്ങടെ എങ്ങനെ കിട്ടും നതത്ര തൽ സുഖസുഖിത്വം എന്ന നാരദര്. അപ്പം ഇങ്ങടെ എങ്ങനെയെന്നല്ല, അങ്ങട് പ്രേമിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇങ്ങട് ഒരു പക്ഷേ നമ്മളെ കണ്ടില്ല എന്ന് അടിച്ചേക്കാം, നമ്മൾ പറഞ്ഞത് കേട്ടില്ല എന്ന് അടിച്ചേക്കാം, നമ്മളെ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്ത് വിഷമിപ്പിച്ചേക്കാം. പക്ഷേ അതൊന്നുമല്ല, അങ്ങട് പ്രേമിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. രാധാദേവിയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അത്രേ ചൈതന്യ മഹാപ്രഭുവായി വന്നത്. എങ്ങനെയാണ് പ്രേമം എന്ന്. അപ്പോൾ ഈ വൃത്രാസുരൻ്റെ കഥയും ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ അഷ്ടകങ്ങൾ, വൃത്രാസുരൻ 4 ശ്ലോകമാണെന്ന് വെച്ചാൽ അവിടെ 8 ശ്ലോകം. ഇതിലെല്ലാം പറയണത് എങ്ങനെയാണ് കൃഷ്ണനെ പ്രേമിക്കേണ്ടത്, എങ്ങനെയാണ് ആ മനസ്സിനെ അതിലേക്ക് തയ്യാറാക്കേണ്ടത്. ഇതേ പല ദിക്കിലും കാണാപ്പോൾ മഹാബലിയെ നോക്കൂ, ഇതേ ഭക്തി തന്നെയല്ലേ. മഹാബലി തലയിൽ കാല് വെച്ചു, ആയിക്കോട്ടെ എന്നെ ചവിട്ടിക്കോട്ടെ, മൽ പ്രാണനാഥസ്തു സ ഏവ നാപര, എന്നാലും എൻ്റെ പ്രാണനാഥൻ അങ്ങാണ്. നാഥനായിട്ടുള്ള അങ്ങക്ക് എന്നെ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. മറിച്ച് ഞാൻ ചോദിക്കുന്നത് ഭഗവാൻ തരണം എന്ന് പറഞ്ഞാൽ അവിടെ ആരാ കേമൻ? ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ കേവലം ഒന്നുമില്ലാത്തവനാണ്. രുക്മിണിയുടെ എഴുത്തിൽ നോക്കൂ,
ശതജന്മഭി. കൃഷ്ണ, ഞാൻ പ്രേമിച്ചു, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ജന്മത്തിൽ അങ്ങ് വരാൻ ഉദ്ദേശമില്ലാച്ചാൽ ഞാൻ വേറെ ആളുടെ പിന്നാലെ പോവൊന്നുമില്ല കേട്ടോ. 100 കണക്കിന് ജന്മങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ മറ്റൊരാളെ സ്വീകരിക്കില്ല. ഇതാണ് പ്രേമം. ഈ ഒരു പ്രേമഭാവത്തിലേക്ക് ഉയരാനാണ് എന്ത് ഭാഗവതം കേൾക്കേണ്ടത്. ഭാഗവതം കൊണ്ട് മറ്റൊന്നും അല്ല, കൃഷ്ണനെയാണ് ഭാഗവതം കൊണ്ട് നേടാൻ സാധിക്കേണ്ടത്. അതാണ് മനോരവിന്ദാക്ഷ. ഭഗവാനെ മറ്റൊന്നും വേണ്ട, ഒന്ന് കാണാൻ പറ്റിയാൽ മതി. ദൂരെ എവിടെയെങ്കിലും നിന്ന്. അത് അനവധി ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഗുരുവായൂരപ്പൻ അതിനൊക്കെ അവസരം കൊടുക്കണതേ. മറ്റ് ക്ഷേത്രങ്ങളെക്കാളിലും ഉപരിയായിട്ട് ഗുരുവായൂരമ്പലത്തിൽ മാനങ്ങൾ കൊണ്ടുവരണു. അപ്പം അതിനിടയ്ക്ക് അതൊക്കെ നോക്കണേനിടയ്ക്ക് അങ്ങക്ക് സമയം കിട്ടുമോ എന്നറിയില്ല എന്നെ നോക്കാൻ. എന്നാലും എനിക്ക് വിരോധമില്ല, അങ്ങേ ഒന്ന് നോക്കാൻ പറ്റിയാൽ മതി, ഭഗവാനെ ഒന്ന് കാണാൻ സാധിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അതിന് ശ്രമിക്കുന്നുവെങ്കിൽ അതാണ് പ്രേമഭാവം. ന തത്ര തൽസുഖാസുഖിത്വം. ഇങ്ങടെ എന്ത് എന്നുള്ളത് അവിടെ ഇല്ല. ഇതാണ് അദ്ദേഹം പറയണത്. അരവിന്ദാക്ഷ, എനിക്ക് വേറെ ഒന്നും വേണ്ട, അവിടത്തെ ഒന്ന് കാണാൻ സാധിച്ചാൽ മതി. ഈ നമുക്കും അത്തരത്തിൽ ഭക്തി ഉദിക്കണമെങ്കിൽ, ഉറയ്ക്കണമെങ്കിൽ എന്താ വേണ്ടത്? അതും ഈ വൃത്ര ചതുശ്ലോകിയിൽ വൃത്രാസുരൻ്റെ പ്രാർത്ഥനയിൽ പറയണു. ഇങ്ങനെ ദൃഢമായിട്ടുള്ള ഭക്തി, പ്രേമഭാവം കിട്ടാൻ എന്ത് വേണം? ഉത്തമ ശ്ലോകജനേഷു സഖ്യം. ഭക്തന്മാരുമായിട്ടുള്ള സംഗമം. ഈ പ്രപഞ്ചത്തിലേക്ക് എനിക്ക് എന്തിനോടെങ്കിലും ഒരു കൂടിച്ചേരൽ വേണം എന്നാണ് എൻ്റെ യോഗം എങ്കിൽ അത് ഭഗവാനെ അവിടുത്തെ ഭക്തന്മാരുമായിട്ടുള്ള സംഘമാക്കണേ. സംസാരചക്രേ ഭ്രമതസ്വകർമ്മഭി ത്വൻ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ശ്ലോകങ്ങൾ കൂടിയാ. ഏതൊക്കെ ഭാഗവതം കേൾക്കുമ്പോൾ ഏതൊക്കെ ശ്ലോക എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് സംശയമാവില്ലേ? നോക്കൂ, ഇതുപോലെ സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ കുറേ ഉണ്ടെങ്കിലും അതിലും സുന്ദരമാണ് ഈ വൃത്രാസുരൻ്റെ ഈ പ്രാർത്ഥന തോന്നും. വൃത്ര ചതുശ്ലോകി, ഭഗവാൻ ആദ്യമായിട്ട് ബ്രഹ്മാവിന് ചതുശ്ലോകിയായിട്ടാണ് ഭാഗവതം. അത് വേദാന്താണെന്ന് വെച്ചാൽ ഇവിടെ ശുദ്ധമായ പ്രേമം, ഒന്നാന്തരം പ്രേമഭാവം. ഇത്രയും ഇതിലപ്പുറത്തേക്ക് പ്രേമഭാവം എവിടെ കാണാൻ പറ്റില്ല. ആ ഒരു പ്രേമഭാവത്തിലേക്കാണ് ത്വന്മായയാത്മാത്മജാരഗേഹേഷ്വാസകതചിത്തസ്യാനാഥഭൂയാൽ. എനിക്ക് മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകാൻ തോന്നരുതേ കൃഷ്ണ, പ്രേമിക്കാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞ് ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൃത്രാസുരൻ്റെ ഭക്തി കണ്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ പോലും മറന്നുത്രേ. യുദ്ധം ചെയ്യാൻ മറന്നിങ്ങനെ ഇന്ദ്രൻ നിൽക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അതേ ഇന്ദ്ര, എന്നെ കൊന്നുകളയായിരുന്നില്ലേ, താൻ വെറുതെ സമയം മുഴുവൻ കളഞ്ഞു കേട്ടോ. എന്നാൽ വരിക, നമുക്ക് യുദ്ധം ചെയ്യാം. ഗംഭീര യുദ്ധം. അതിനിടയ്ക്ക് എന്തുണ്ടായി? ഈ ആനപ്പുറത്തിരിക്കണ ഇന്ദ്രനെ പിടിച്ചങ്ങോട്ട് വിഴുങ്ങി. ആനപ്പുറത്തിരിക്കുന്ന ഒരാളെ ഇങ്ങനെ വിഴുങ്ങണച്ചാൽ അയാളുടെ ശരീരത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇന്ദ്രൻ അവിടെ കിടന്ന് തുരന്ന് പുറത്തേക്ക് എത്തി. വൃത്രാസുരൻ്റെ 2 കൈയും മുറിച്ച് കളഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വൃത്രാസുരൻ ഹരേ ഒന്നും അറിയണില്ല. എല്ലാം അറിയാൻ നോക്കല പ്രശ്നം അല്ലേ? നമ്മളുടെയൊക്കെ എല്ലാം അറിയാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ പോവും. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അതാണ് ആനന്ദം. കാലിലൊരു മുള്ളുകുത്തി വേദന വന്ന് അറിഞ്ഞാലേ കുഴപ്പമല്ലേ? ശരീരത്തിൽ അല്ലെങ്കിൽ ഡ്രസ്സിൽ ചളിയായി അമ്പലങ്ങളിൽ തൊഴാൻ പോയതാ. 5-8 അമ്പലത്തിൽ പോകാൻ തിരിച്ചിറങ്ങിയതാ. 1-ാമത്തെ അമ്പലം കഴിഞ്ഞു. 2-ാമത്തെ അമ്പലം എത്തിയപ്പോഴേക്കും എന്ത് പറ്റി ഈ സാരിയമേ? പിന്നെ ഒരു അമ്പലം ഇല്ല, ഒന്നുമില്ല, കുടുംബത്തിൽ പോയി ഡ്രസ്സ് മാറ്റണം അല്ലേ? ഇത്രയാണെന്നും അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ വൃത്രാസുരൻ്റെ കയ്യും കണ്ട് മുറിച്ചു കളഞ്ഞു ഇന്ദ്രൻ. ഒന്നും കുറേ എൻ്റെ കയ്യൊക്കെ പോയില്ലേ? വീണ്ടും ഹരേ നാമജപാണേ. കുറേ കഴിഞ്ഞപ്പോഴാണ് വൃത്രാസുരന് ഇന്ദ്രന് ഉപദേശം കൊടുക്കുകയാണ്. ഇന്ദ്ര, ഈ ജീവിതം എന്താണ് എന്നുള്ളത്, പിന്നെ ഇനിയെങ്കിലും ധർമ്മത്തോടുകൂടി ജീവിക്കൂ. അധർമ്മം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. കുറേ ഉപദേശങ്ങളും ഈ പ്രപഞ്ചമാകുന്ന കളിക്കളത്തിലെ കരുക്കൾ മാത്രമാണ് നമ്മൾ. ജയിച്ചാലും തോറ്റാലും അതിൽ സന്തോഷിക്കാനോ ദുഃഖിക്കാനോ പാടില്ല. ഈശ്വരൻ ആണ് ഇവിടെ കളിക്കാരൻ.
ഈ സാധാരണ ഇങ്ങനെ തോറ്റ കരുക്കൾക്ക് ദുഃഖം ഉണ്ടാവാറുണ്ടോ? ഒന്നുമില്ല. ഇതുപോലെ നമുക്ക് ദുഃഖിക്കാനുള്ള അവകാശമില്ല. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഭഗവാൻ നമ്മളെ നീക്കുന്നു. ആ ഭഗവാനാകുന്ന കളിക്കാരനെയാണ് കാണേണ്ടത്, ആ ധർമ്മത്തിനെയാണ് ആശ്രയിക്കേണ്ടതൊക്കെ ഉപദേശം കൊടുക്കണു. ഇതിനു പറയണു ഇന്ദ്രൻ പിന്നീട് വൃത്രാസുരൻ്റെ ശിരസ് ഇങ്ങനെ ഛേദിച്ചു എന്നാണ്. ഒരു കൊല്ലം ഈ ഇന്ദ്രൻ അയച്ച വജ്രം വൃത്രാസുരൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്നു. നല്ല ഒരു മുഹൂർത്തം നോക്കിയിട്ടാണ് വൃത്രാസുരൻ്റെ കഴുത്തിന് ഛേദിച്ചത്. വൃത്രാസുരിൽ നിന്നും ഉയർന്ന ജീവജ്യോതിസ് ചൈതന്യം നേരെ ഭഗവാനിലേക്ക് വൃത്രസ്യ ദേഹാനിഷ്ക്രാന്തമാത്മജ്യോതിരരിന്ദമ പശ്യതാം സർവലോകാനാമലോകം സമപദ്യത. ഇങ്ങനെ വൃത്രാസുരനെ നിഗ്രഹിച്ചു സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു ആര്? ഇന്ദ്രൻ. അപ്പോഴാണ് ബ്രഹ്മഹത്യ വീണ്ടും. ഈ ബ്രഹ്മഹത്യയെ പേടിച്ച ഇന്ദ്രൻ ഓട്ടം. എവിടെ പോയി? ലക്ഷ്മി ദേവി താമസിക്കുന്ന താമരപ്പൊയ്കയിൽ താമരത്തണ്ട്. ഈ താമരയുടെ തണ്ട് ഒടിച്ചു നോക്കൂ. അതിൻ്റെ ഉള്ളിലിങ്ങനെ ഒരു നൂല് പോലെ സാധനം കാണാം. ചെറിയ 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 അറകളും കാണാം. ചെറിയ അറകളാണ്. അതിൽ ഏതോ ഒരു താമരപ്പൂവിൽ ഏതോ ഒരു തണ്ടിൻ്റെ ഉള്ളിൽ ഏതോ ഒരു അറയുടെ ഉള്ളിൽ പോയി ഒളിച്ചു. ദേവലോകത്തുള്ളവർക്ക് പോലും ഇങ്ങോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അവിടെ ദേവലോകം ഭരിക്കാൻ ആളില്ലാതെ വന്നപ്പോഴാണ് ഇവിടുന്ന് നഹുഷൻ എന്നൊരാളെ കൊണ്ടുപോയി. പക്ഷേ ഈ നഹുഷൻ അവിടെ എത്തിയപ്പോൾ ഇന്ദ്രാണിയെ മോഹിച്ചു. സപ്തർഷീശ്വരന്മാരാണ് പറഞ്ഞ നഹുഷം എടുക്കാനാട്ടോ കൊണ്ടുപോകാന്ന്. അവർക്ക് തന്നെ നഹുഷം പണി കൊടുത്തു. ഇന്ദ്രാണിയുടെ അടുത്തെത്താൻ വേണ്ടിയിട്ടുള്ള പല്ലക്ക് സപ്തർഷീശ്വരന്മാർ ചുമന്നു കൊണ്ടുപോകുന്ന ദേവന്മാർ പോലും വന്ദിക്കുന്ന ആൾക്കാരാണ്. ഇന്ദ്രാണിയുടെ അടുത്തെത്താൻ തിരക്കായി. ഇന്ദ്രാണിയെ സ്വന്തമാക്കാൻ, ഇന്ദ്രൻ്റെ ഭാര്യ ഇന്ദ്രാണിയാണല്ലോ, സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇന്ദ്രാണി പറഞ്ഞത് ഋഷീശ്വരന്മാർ ചുമന്നു കൊണ്ടുവരുന്ന പല്ലക്കിൽ വന്നാൽ എന്ന്. എന്തിനു പറയണു? ഋഷീശ്വരന്മാരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചു. ഇയാൾക്ക് അവിടെ എത്താൻ തിരക്കായി. പക്ഷെ അത് വണ്ടിക്ക് സ്പീഡ് പോരാ തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ കൂട്ടത്തിൽ അഗസ്ത്യൻ എന്നൊരാളുണ്ടേ, ഇത്തിരി പൊക്കം കുറവാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പൊക്കമുള്ള ആൾക്കാർ ഒരു കാലം ഇവിടെ വെച്ചു ഒരു കാലം അവിടെ വയ്ക്കാമല്ലോ. ബാക്കി എല്ലാവരും തോളത്താ വെച്ചേക്കണം. ഈ വിദ്വാനെ രണ്ട് കൈയും പൊക്കി പിടിച്ച് തൊട്ടേക്ക് ഇങ്ങനെ അത്രേ പൊക്കുള്ളൂ. ഈ വിദ്വാൻ ഇടയ്ക്ക് കിടക്കണോണ്ടല്ലേ ഒരു ചവിട്ട് കൊടുത്തു അത്രേ. എന്നിട്ട് സർപ്പാന്ന് പറഞ്ഞു. സർപ്പാന്ന് വെച്ചാൽ വേഗം എന്നർത്ഥം. സർപ്പങ്ങളും നാഗങ്ങളും അല്ലേ, അതാണ് പതുക്കെ ഇഴഞ്ഞു വരുന്നത്. നാഗങ്ങൾ വളരെ വേഗത്തിൽ വരുന്നതും നമ്മളെ ആക്രമിക്കുന്നതും സർപ്പത്തിൻ്റെ വിഭാഗത്തിൽ പെട്ടതാണ്. ചില ആൾക്കാർക്ക് സർപ്പ ദൈവങ്ങളും നാഗദൈവങ്ങളും ഒന്നല്ലേ എന്ന്. ഒക്കെ ഒന്ന് എങ്ങനെയാണെങ്കിലും സ്വഭാവം കൊണ്ട് വ്യത്യാസമുണ്ട്. എന്തായാലും ശപിച്ചു, നീ ഒരു സർപ്പമായി പോട്ടെ. അയാൾക്ക് പെരുമ്പാമ്പായിട്ട് ഭൂമിയിൽ ഒരു കൊടുങ്കാട്ടിൽ വീഴേണ്ടി വന്നു. പിന്നെ യുധിഷ്ഠിരനാണ് ആ ശാപമോക്ഷം കൊടുത്തതെന്നൊക്കെ പറയും. അപ്പോൾ എന്താ അവിടെ ഭാഗവതം പറയണതെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ അവിടെ ഇവിടെയും പറഞ്ഞയച്ച് പഠിപ്പിച്ച് വലിയ കേമന്മാരാക്കാൻ നോക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. അതിനൊക്കെ മുമ്പ് അവർക്ക് ലേശം ഭക്തി പറഞ്ഞു കൊടുക്കൂ. ഈ കോണിപ്പടി ഉണ്ടാവും, കോണിപ്പടി കയറി പോകുന്നിടത്ത് ഒരു കൈവരി ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ പിടിച്ചാൽ സുഖമായിട്ട് കയറാം, വീഴാതിരിക്കാം എന്ന് പറഞ്ഞ പോലെ ധർമ്മം എന്ന ഒരു കൈവരി, ആചാരം എന്നൊരു കൈവരി ആ കുട്ടികൾക്ക് കൊടുത്തില്ല എങ്കിൽ ഈ നഹുഷനെ പോലെ ഇന്ദ്ര പദവിയിലേക്ക് ഉയരത്തിലേക്ക് എത്തിയിട്ടും കാര്യമില്ല. അവർക്ക് എന്തേ ഉണ്ടാവുള്ളൂ? വീഴ്ചയേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് വീണപ്പോൾ അത്ര ബദ്ധമുള്ളൂ, മുകളിൽ നിന്ന് വീണ അങ്ങനെയല്ല. അതുകൊണ്ട് കുട്ടികളെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്തി എന്ന ആ ഒരു ശക്തി, മുകളിലേക്കുള്ള ചവിട്ടുപടി കയറാനുള്ള ഭക്തി എന്ന ശക്തിയെ കൊടുക്കണം. അവർ വീണ് പോവാതിരിക്കാനുള്ള ആചാരമെന്ന കൈവരിയിൽ അവരുടെ കൈ പിടിപ്പിക്കുകയും വേണം. അല്ല എങ്കിൽ അവർ നാശത്തിലേക്കേ പോവുള്ളൂ. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, നമ്മുടെയും കഥ ഭാഗവതം പറയുകയാണ്. അങ്ങനെ കുറേ കാലം ഇന്ദ്രൻ അവിടെ കിടന്ന് ഭഗവാനെ സേവിച്ച് നാമം ജപിച്ച് ശുചി ഇന്ദ്രനായി തീർന്നു. ഇന്ദ്രൻ ശുദ്ധനായി തീർന്നു എന്നർത്ഥം. അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് ഇന്ദ്രൻ്റെ കഥ കേട്ടാൽ. പിന്നീട് ഇന്ദ്രൻ ഇവിടെ ഒന്ന് കുറേ യാഗമൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ്റെ കഥ കേട്ടാലുള്ള ഗുണങ്ങളെ പഠേയുരാഖ്യാനമിതം സദാ ബുധ ശൃണ്വന്യഥോ പർവണി ഇന്ദ്രിയം ധന്യം യശസ്യം നിഖിലാഘമോചനം. ധന്യതയുണ്ടാവും, സൽപ്പികർ കേൾക്കാൻ പറ്റും, പാപങ്ങളില്ലാണ്ടാക്കാൻ പറ്റും, ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ഈ കഥയുടെ ഫലശ്രുതിയാണത്രേ. അതെയോ? എന്നാൽ എനിക്കും കുറേ ശത്രുക്കളുണ്ട്, ഒന്നും കൂടിയും പറഞ്ഞു തരുമോ? ഒരാളുടെ കഥ കഴിഞ്ഞുല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത് കേട്ട പരീക്ഷത്തിന് തോന്നുക എനിക്കിപ്പോൾ ഇന്ദ്രൻ്റെ കഥയൊന്നും കേൾക്കണ്ട, എനിക്ക് ആ വൃത്രാസുരൻ്റെ കഥ കേട്ടാൽ മതി. അപകടം മാത്രം ചെയ്യണ ഇന്ദ്രൻ്റെ കഥയല്ല എനിക്ക് കേൾക്കേണ്ടത്. ഈ
പ്രതികൂല സാഹചര്യത്തിലും ഭഗവാനെ വിളിക്കാൻ പ്രേമിച്ച ആ വൃത്രാസുരനുണ്ടല്ലോ, വിളിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭഗവാനെ സേവിക്കാൻ പറ്റിയത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ചിത്രകേതു എന്നൊരു രാജാവ്, അദ്ദേഹത്തിന് ധാരാളം ഭാര്യമാരുണ്ട്, സന്താനങ്ങളില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം കണ്ട് അംഗിരസ മഹർഷി അദ്ദേഹത്തിന് സന്താനം ഉണ്ടാവാൻ വേണ്ടി ഒരു യാഗം ചെയ്തു. പിന്നെന്തായി? ആ യാഗത്തിൻ്റെ ഫലം ഭക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ കൃതദ്യുതി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷേ മറ്റ് ഭാര്യമാർക്ക് ഇവളോട് ദേഷ്യമായി. കാരണം എന്താ വെച്ചാൽ ഇവൾക്ക് മാത്രമല്ലേ കുട്ടിയുള്ളൂ, അതുകൊണ്ട് ഇവളോട് മാത്രമേ രാജാവിന് സ്നേഹമുള്ളൂ എന്ന് തെറ്റിദ്ധാരണ വന്നു. ഇവരെന്ത് ചെയ്തു? ഈ കുട്ടിയെ വിഷം കൊടുത്തു കൊന്നു. മറ്റ് ഭാര്യമാരെ ഇതറിഞ്ഞ് മഹാറാണിയുടെ കരച്ചിൽ, മകൻ മരിച്ചതേ. ആ കരയണൻ്റെ കൂട്ടത്തിൽ ആരും കരഞ്ഞു? ഈ വിഷം കൊടുത്തവരും കരഞ്ഞു. അതെന്തിനാ? അത് ഒരുത്തനൊരു വീട്ടിൽ കയറി മോഷ്ടിച്ചു. എവിടെയോ ലൈറ്റ് കണ്ടപ്പോൾ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടി. ആര്? ഇബൻ തന്നെ. അപ്പം പിന്നെ ആരും ഇബൻ്റെ പിന്നാലെ വരില്ലല്ലോ. അപ്പം ആൾക്കാരുടെ ധാരണ കള്ളൻ എന്തോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആദ്യം കണ്ടത് ഇബനാ. നിങ്ങളുടെ അങ്ങടെ പോയി ഇങ്ങടെ പോയി, എവിടെ കട്ടത് ഇവൻ്റെ പോക്കറ്റിലുണ്ടേ, പിന്നെ ആരും വരില്ലല്ലോ. ഇവരാണ് ആദ്യം കരച്ചിൽ. എന്തിനു പറയണു? കുറേ കരച്ചിൽ മാറില്ല. അപ്പോഴാണ് അവിടെ നാരദരും അങ്കിരസും വന്ന് അങ്കിരസ കുറേ ഉപദേശമൊക്കെ കൊടുത്തു നോക്കി. എന്താണെന്ന് വെച്ചാൽ ഈ ശബ്ദാദയശ്ച വിഷയ ചലാരാജ്യവിഭൂതയാ മഹീരാജ്യം ബലം കോശോഭൃത്യാമാത്യാ സുഹൃജനാ സർവേപി ശൂരസേനേമേ ശോക മോഹ ഭയാർത്തിതാ ഗന്ധർവ നഗരപ്രഖ്യാ സ്വപ്നമായാ മനോരഥാ. ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ നാം സ്വപ്നത്തിൽ കാണുന്ന ഓരോ പദാർത്ഥങ്ങൾ പോലെ മാത്രമാണ്. ഇതൊന്നും നമ്മുടെ കൂടെ എന്നും നിൽക്കില്ല. നമുക്കൊക്കെ ജീവിതത്തിലെ പല പല ദുഃഖങ്ങളുണ്ടാവും, പല വേർപാടുകളും നമ്മളെ കരയിപ്പിക്കും അല്ലേ? സത്യത്തിൽ മറ്റൊരാൾ ചീത്ത പറഞ്ഞതാണോ എൻ്റെ ദുഃഖത്തിന് കാരണം? അല്ല. മറ്റൊരാൾ മരിച്ചതാണോ, ഭർത്താവ് മരിച്ചത് അല്ലെങ്കിൽ മകൻ മരിച്ചത്, ഇതൊക്കെയാണോ നമ്മുടെ ദുഃഖത്തിന് കാരണം? ആണോ? അല്ല. പിന്നെന്താ? നമ്മുടെ മനസ്സിലെ സങ്കല്പമാണ് അയാൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. നീ എനിക്ക് വേണ്ടി അത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു. അപ്പം അവൻ ചെയ്യാതിരുന്നതല്ല കുഴപ്പം, എൻ്റെ വിചാരമാണ് കുഴപ്പം. നോക്കൂ, ജീവിതത്തിൽ ഓരോന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് അനാവശ്യങ്ങളായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ചില പ്രതീക്ഷകളാണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ദുഃഖങ്ങളായി നമ്മളെ ബാധിക്കണത്. അതുകൊണ്ട് ഇതൊക്കെ വിട്ടേക്കൂ എന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നീട് നാരദ മഹർഷി ഈ മരിച്ചുപോയ ഉണ്ണിയുടെ ജീവനെ തിരിച്ചു വിളിച്ചു. ആ ജീവൻ കുറേ ഉപദേശങ്ങളൊക്കെ നൽകിയെന്നാണ്. അതൊക്കെ കേട്ടപ്പോഴാണ് നാരദ മഹർഷിയും ജീവനും തമ്മിലുള്ള സംഭാഷണം കേട്ടപ്പോഴാണ് ഈ ചിത്രകേതുവിന് സത്യം ബോധ്യപ്പെട്ടത്. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. നാരദൻ്റെ ശിഷ്യനായിട്ട് നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാധരന്മാരുടെ അധിപതിയായി സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ പാർവതി പരമേശ്വരന്മാരിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ പരമേശ്വരനെ ഒന്ന് സ്തുതിക്കണം എന്ന് തോന്നി. സ്തുതിച്ചു. ശിവനെ സംബന്ധിച്ച് രണ്ടും ഒരേപോലെ കാണുന്ന ആളാണ്, ദക്ഷയാഗത്തിൽ കണ്ടതാണല്ലോ. ശിവനെ അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലെങ്കിലും പാർവതിക്ക് ഇയാളുടെ സ്തുതി ശരിയല്ല തോന്നി. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പാർവതിക്ക് തോന്നി എന്ത്, ഇയാൾ ശിവനെ ഒന്ന് ട്രോൾ ചെയ്തല്ലേ എന്ന് തോന്നി. എന്താ വെച്ചാൽ ഇദ്ദേഹം ലോകത്തിൻ്റെ ഗുരുനാഥനാണത്രേ, സ്വന്തം ഭാര്യയെ മടിയിൽ വെച്ചിട്ടാണ് വലിയ തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയാണ്, കളിയാക്കുകയാണെന്ന് തോന്നി. ഇതൊന്നും പറ്റാത്ത ആൾക്കാർ പരിപാടിക്ക് ഇറങ്ങരുത് എന്നുള്ളത് എനിക്ക് കളിയാക്കുകയാണെന്ന് ആർക്ക് തോന്നി? പാർവതിക്ക് തോന്നി. പാർവതി പറഞ്ഞ ഈ പരമേശ്വരനെ നിന്ദിച്ചത് നിൻ്റെ ഉള്ളിലുള്ള ആസുരിക ഭാവമാണ്, അതുകൊണ്ട് നീ അസുരനായിപ്പോട്ടെ ശപിച്ചു. ഈ ശാപം കിട്ടിയിട്ടും ഇയാൾക്കൊരു കുലുക്കമില്ല. അപ്പോൾ പാർവതി ചോദിക്കുക, എന്താ അത് ശാപം കിട്ടിയ സുഖേന്ന രാഗ കുത പരോഷ. എനിക്ക് ശാപവും അനുഗ്രഹവും ചൂടും തണുപ്പൊക്കെ ഒരേപോലെ. കാരണം എന്താ? സുഖത്തിനോട് ആഗ്രഹമില്ല. ഈ സുഖത്തിനോട് ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മറ്റ് ഓരോരോ ദേഷ്യം മുതലായിട്ടുള്ള ഓരോന്നുണ്ടാവുക. സുഖാഗ്രഹം ഇല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഭഗവതി ഈ പാർവതിയെ പറഞ്ഞത് ശാപാണെന്ന് എനിക്ക് തോന്നിയില്ല, മറിച്ച് എന്താ അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. എനിക്ക് അടുത്ത ഒരു അസുരനായി ജനിക്കേണ്ടി വരും എന്ന് എൻ്റെ അടുത്ത ജന്മത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് ഭഗവതി തന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്.
ദുഷ്ടവത്യ ശുശ്രൂണി. കണ്ടില്ലേ പാർവതി, ഇതാണ് ഭക്തന്മാരുടെ മഹിമ. ആരൊക്കെ എന്തൊക്കെ ശപിച്ചാലും എന്ത് ചെയ്താലും അവർക്കൊരു കുലുക്കം ഉണ്ടാവില്ല. പാർവതിയെ ശപിക്കാനുള്ള ശക്തിയും കൂടി ഉള്ള ഒരാളാണ്, നിസ്സാര കാരണമൊന്നുമല്ല കേട്ടോ എന്നൊക്കെ ഈ ചിത്രകേതുവിൻ്റെ മഹിമ പറയുന്നു. ആ ചിത്രകേതുവാണ് ഇന്ന് വൃത്രാസുരനായിട്ട് വന്നത്. ഇന്ദ്രനെ കൊല്ലാൻ ഭാഗത്തൊരു ഉണ്ണി ഉണ്ടാവണം നിരീക്ഷിച്ചിട്ടൊക്കെയാണ് പുറപ്പെട്ടതേ. പക്ഷേ മന്ത്രം ചൊല്ലിയപ്പോൾ സ്വരം മാറിയപ്പോൾ എന്തായി? ത്വഷ്ടാവ് ചെയ്ത ഹോമത്തിൽ നിന്നും ഉണ്ടായ ഉണ്ണി ഇന്ദ്രനെ കൊല്ലണമെന്നാ സങ്കല്പം. അതായിരുന്നു മന്ത്രവും അങ്ങനെയാണ് ചൊല്ലിയത്. പക്ഷേ സ്വരം പഴച്ചപ്പോൾ ഇന്ദ്രന് കൊല്ലാൻ പാകത്തിനൊരു ഉണ്ണി ആവട്ടെ എന്ന് ആയി എന്നാണ്. അപ്പം നമ്മളോട് ഭാഗവതം എന്താ പറയുന്നത് വെച്ചാൽ ഇത് നാമത്തിൻ്റെ മഹിമയാണ്, വേറൊന്നുമല്ല. കാരണം മന്ത്രം ചൊല്ലുമ്പോൾ സ്വരം, ഉച്ചാരണം, അനവധി കാര്യങ്ങൾ നോക്കണം. അതിൽ പിഴച്ചാൽ അപകടമാവും, ഒരു സംശയവുമില്ല. എന്നാൽ നാമം തെറ്റ് ചൊല്ലിയാലോ? പറ്റില്ല. നാമത്തിനെ തെറ്റിക്കാൻ ഒരാൾക്കും പറ്റില്ല. തെറ്റായിട്ട് നാമം ചൊല്ലുക പറ്റില്ല എന്നർത്ഥം. മരപ്രഭു ഞാനാണ്, അമരപ്രഭു ഞാനാണ്. അപ്പം തെറ്റായിട്ട് നാമം ചെല്ലാൻ അക്ഷരാണാം അകാരോസ്മി എന്ന് പറഞ്ഞാൽ പോലും ഭഗവാന്റെ നാമം അത്രേ. അപ്പം എന്തിന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം എന്തായാലും ഭഗവാന്റെ നാമത്തെ തെറ്റി ചൊല്ലാൻ ഒരാളെ കൊണ്ടും പറ്റില്ല. മന്ത്രം തെറ്റിയാലോ വിപരീത അർത്ഥം വരും. അക്ഷരങ്ങളൊക്കെ ഒന്നാണെങ്കിലും പറയണ ശൈലി മാറിയാൽ മാറില്ലേ? നമ്മൾ മൂളുമ്പോൾ തന്നെ മൂളലാണേ, പക്ഷെ അതിൻ്റെ ശൈലി വ്യത്യാസം നോക്കൂ, കാര്യം അപകടമാവും, ഒരു സംശയമില്ല. പറയേണ്ട പോലെ പറയണം. ചുക്കുമു ലകുതി പല്ലി എന്ന് പറഞ്ഞ് കടയിൽ പോയ സാധനം കിട്ടുമോ? ഇല്ല. പറയേണ്ട പോലെ പറയണേ. അപ്പം ഈ മന്ത്രം ജപിച്ചാലേ ചില ഗുണം ഉണ്ടാവുള്ളൂ എന്നാണ് ചില ആൾക്കാരുടെ ധാരണ. അത് വെറുതെയാ. മന്ത്രം ജപിച്ച എന്ത് ഗുണമാണോ അതേ ഗുണം നാമജപം കൊണ്ട് കിട്ടും. നാമത്തിന് മറ്റേ ദീക്ഷ വേണ്ട, മറ്റേ നിയമങ്ങളൊന്നും വേണ്ട. മന്ത്രത്തിന് അങ്ങനെ അനവധി കാര്യങ്ങൾ നോക്കാണ്ട്. അപ്പോൾ നമ്മളോട് പറയുക, ഓരോരുത്തർ പുസ്തകമൊക്കെ അടിച്ചിറക്കുന്നുണ്ട് മന്ത്രം, അത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് മേടിച്ച് വായിക്കാണ്ടിരിക്കുക, എന്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് വായിച്ചു തുടങ്ങിയാൽ നമ്മുടെ കാര്യം അപകടമാവുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട, പരമാവധി നാമം ജപിക്കൂ. ആ മന്ത്രം കൊണ്ട് കിട്ടേണ്ടത് നാമം കൊണ്ട് കിട്ടും, യാതൊരു സംശയവുമില്ല. ഈ ഒരു ഉറപ്പ് ആദ്യം വരട്ടെ. എന്തായാലും ഇവിടെ ആ നാമത്തിൻ്റെ ഇദ്ദേഹം അന്ന് നാരദൻ്റെ ശിഷ്യനായി ചേർന്ന് അനവധി കാലം നാമം ജപിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് ഭഗവാനിൽ ഭക്തി ഉണ്ടായത്. ഇതേപോലെ തന്നെ ഭഗവാനെ പൂജിച്ചാലുള്ള ഗുണമാണ് ഈ അതിഥിയുടെ സഹോദരിയായിട്ടുള്ള ദിതി. രണ്ടുപേരും ഭർത്താവ് ഒന്നാണ്. ആ ദിതി ദേവിക്ക് തൻ്റെ മക്കളെയൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹം. അതിനെന്താ വഴി ചോദിച്ചപ്പോഴാണ് ദിതിക്ക് ഒരു വലിയൊരു വ്രതം ഉപദേശിച്ചു കൊടുത്തു. ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ആ വ്രതം അനുഷ്ഠിച്ച ദിതിദേവി ഗർഭിണിയായിട്ടുള്ള ദിതി, ആ ദിതിയുടെ ഗർഭത്തിലുള്ള ശിശു തനിക്ക് അപകടമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്ദ്രൻ തൻ്റെ യോഗശക്തി കൊണ്ട് ദിതിദേവിയുടെ ഉള്ളിൽ കയറി ആ ശിശുവിനെ കൊല്ലാൻ നോക്കുകയാണ്. അവിടെ കുമാരൻ കനകപ്രഭം ഇന്ദ്രൻ തൻ്റെ ആയുധം കൊണ്ട് വെട്ടി. ഒറ്റ വെട്ടൊന്നല്ല, കണ്ണടച്ചിട്ടാണ് വെട്ടിയത്. തലങ്ങും വിലങ്ങും വെട്ടി. അങ്ങനെ എന്തിനു പറയണു? മരിച്ചില്ല, വീണ്ടും വെട്ടി 49 ഉണ്ണികളായി. ആ 49 ഉണ്ണികളും ഇന്ദ്രൻ്റെ കൂടെ പുറത്തു വന്നു എന്ന് മാത്രമല്ല, നേരെ എവിടേക്ക് എത്തി? സ്വർഗത്തിലേക്ക് പോയി എന്നർത്ഥം. അപ്പോൾ അവിടെയും ഭാഗവതം പറയുകയാണ്, ഈ ദിതിദേവി ഭഗവാനെ സേവിക്കുക എന്നുള്ള കർമ്മം ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ആരംഭിച്ചത്. അത് മുഴുവനായിട്ട് പറ്റിയില്ലെങ്കിലും ഒരുത്തനെങ്കിലും നാമം ജപിക്കുക, ഭഗവാന്റെ പൂജാദികളിൽ നാം പങ്കെടുക്കുക, ഇതൊക്കെ ചെയ്താൽ ഒരിക്കലും അതിൻ്റെ ഫലം വെറുതെ ആവില്ല എന്നുകൂടി ഭാഗവതം നമുക്ക് ഈ കഥകളിലൂടെ പറഞ്ഞു തരികയാണ്. ഭാഗവതം ഇവിടെ സത്രം എന്നുള്ള രീതിയിൽ ഇവിടെ എത്തിയതിനും കാരണം നാമജപം തന്നെയാണ് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചും കൂടുതൽ പറയേണ്ട കാര്യം ചെല്ലുമല്ലേ. എത്രയോ ഗൃഹങ്ങളിൽ, അമ്പലങ്ങളിൽ സപ്താഹം നടക്കുന്നത് പോലെ എത്രയോ ഗൃഹങ്ങളിലും സപ്താഹങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഗൃഹങ്ങളിൽ സത്രം ആയിട്ട് നടക്കൽ വളരെ അപൂർവമാണല്ലേ. കേരളത്തിലായാലും കേരളത്തിന് പുറമേ ആയാലും ഭാരതത്തിൻ്റെ പുറത്തായാലും വീടുകളിലൊക്കെ വായനയ്ക്ക് പോയിട്ട്, പക്ഷേ ഇങ്ങനെ സത്രമായിട്ടത് കേവലം ഭാഗവതത്തിനൊപ്പം തന്നെ കലാപരിപാടികൾ. കല എന്ന് വെച്ചാൽ എന്താ?
കരണങ്ങളുടെ ലയം, ഇന്ദ്രിയങ്ങൾ ലയിക്കുക. ഇന്ദ്രിയങ്ങൾ മറ്റു വഴിക്കൊന്നും പോവാണ്ട് ഈശ്വരീയമായ രീതിയിൽ ലയിക്കട്ടെ എന്നുള്ള ഭാവത്തിൽ പകരം നടക്കുന്ന ശ്രവണത്തിന് ഒന്നും കൂടി ശക്തി കൊടുത്തുകൊണ്ട് മനനം എന്ന ഭാവത്തിൽ സന്ധ്യയ്ക്ക് ശേഷമുള്ള കാര്യക്രമങ്ങൾ ഇങ്ങനെ വളരെ ഭംഗിയ രീതിയിൽ ഒരു സത്രം എന്ന രീതിയിൽ ഇവിടെ ഭാഗവതം എത്തിയെങ്കിൽ അതിന് കാരണവും കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. സുദർശനാമ്മയുടെ നാമ ജപമാണ്, ഭക്തിയാണ്, പ്രേമഭാവമാണ്. ഇതേ പ്രേമഭാവം നമുക്കും ഉണ്ടാവട്ടെ. ഇപ്പോഴുള്ള പ്രേമം ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതിനും കാരണം ഈ പ്രേമം തന്നെയാണ്. ആ പ്രേമഭാവം ഇനിയും ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുദർശനാമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. അത് മാത്രമല്ല, ഇല്ലത്തെ മുത്തശ്ശിയുടെ അമ്മാമൻ്റെ മകളുടെ മകളും കൂടിയാണ്. അത് കൂടുതൽ വട്ടം കറങ്ങൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഞങ്ങളൊരുമിച്ച് വൃന്ദാവനത്തിൽ പോയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയ വനമാലയണിയുന്ന ഭഗവാനിൽ വിളങ്ങുന്ന ഈ വനമാലയിൽ കുറക്കപ്പെട്ട പുഷ്പങ്ങളിലെ ഒരു ദളമാവാൻ സംഗമേശ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അതിലെ സന്തോഷം മാത്രം അറിയിക്കട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.